എന്തെങ്കിലും സംശയങ്ങളോ വല്ലതും ചോദിക്കാനോ ഉണ്ടെങ്കിൽ അതാവാം. നമസ്കാരം. ഇത് താന്ത്രികതയായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയാമോ? താന്ത്രികത എന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമം എന്ന് ക്ഷേത്രം തന്നെ, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ക്ഷേത്രം തന്നെ എന്താണ്? വൈദിക സമ്പ്രദായമാണോ താന്ത്രിക സമ്പ്രദായമാണോ? അത് തികച്ചും താന്ത്രിക സമ്പ്രദായം. ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും താന്ത്രികമായ സമ്പ്രദായത്തിൽ നിന്ന് വന്നതാണ്. ഇനി ലളിതാ സഹസ്രനാമം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അത് ശ്രീവിദ്യ എന്ന ഉപാസനയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ശ്രീവിദ്യ എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ശ്രീവിദ്യ എന്താണ്? മഹത്തായ താന്ത്രിക വിദ്യയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഈ പറയുന്ന ആചാരങ്ങൾ, സമയാചാരമായാലും ഈ ദക്ഷിണാചാരമായാലും ഒക്കെ നമ്മൾക്ക് ലളിതയിൽ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി കുണ്ടലിനി യോഗയാണെങ്കിൽ അതും വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ എല്ലാ ആശയവും വളരെ കൃത്യമായി താന്ത്രികമായ എല്ലാ ആചരണങ്ങളും, ഇപ്പം നവാവരണ പൂജ ആണെങ്കിൽ അത് നമ്മൾക്ക് ഈ ലളിതാ സഹസ്രനാമത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ശ്രീചക്ര പൂജ ലളിതയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി യോഗശാസ്ത്രപരമായിട്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഷഡാധാര ചക്രങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥികളെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശിവശക്തി രൂപിണി എന്ന് നമ്മൾ വിളിക്കുന്നത് തന്നെ ഈ പറയുന്ന പോലെ എല്ലാം തന്ത്രം എന്താണോ, നമ്മൾ തന്ത്രം എന്താണ് തന്ത്രം എന്നുള്ളത് ശരിക്കും ഞാൻ പറയാ, അത് ലളിതാ വളരെ എളുപ്പമാണ്. ലളിതാ സഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പീഠങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓഢ്യാണ പീഠനിലയ ബിന്ദുമണ്ഡലവാസി. എന്താണ് നിങ്ങൾക്ക് തന്ത്രം അതിൽ കാണാത്തത്? അത് കംപ്ലീറ്റ് തന്ത്രം. ഈ ദേവി മഹാത്മ്യവും ലളിത സഹസ്രനാമവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അത് 3 തലങ്ങളാണ് ശരിക്കും. ലളിതാ സഹസ്രനാമം ഈ പറയുന്ന പോലെ തന്നെ നാമങ്ങളായിട്ടാണ് ലളിതാ സഹസ്രനാമം. നമ്മൾ പറഞ്ഞാൽ വളരെ ഒരു പ്രിലിമിനറി ടെക്സ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. അതിന്റെ അടുത്ത തലമാണ് സൗന്ദര്യ ലഹരി, ആദിശങ്കരൻ എഴുതിയ. അത് കൃത്യമായ ഒരു താന്ത്രിക ഗ്രന്ഥമാണ്, അതിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതിന്റെ അപ്പുറത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ദേവി മഹാത്മ്യത്തിലേക്ക് ചുവടുവെക്കുന്നു. അവിടെയൊക്കെ മന്ത്രങ്ങൾ നേരിട്ട് കടന്നു വരും. ലളിതാ സഹസ്രനാമത്തില് മന്ത്രങ്ങൾ, ബീജ ശബ്ദങ്ങള് നാമരൂപത്തില് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ദേവി മഹാത്മ്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ കവചങ്ങള്, കീലകങ്ങള്, അങ്ങനെ കൃത്യമായ ഒരു മന്ത്ര പാരമ്പര്യത്തിലേക്ക് നമ്മൾ പുരോഗമിക്കും. ശ്രീവിദ്യയിലേക്കുള്ള പുരോഗമനം അത് ഡിഫറെന്റ്. നമ്മൾ പറയുന്നത് ഒരു ഘട്ടം എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ ഘട്ടമാണ് ലളിതാ സഹസ്രനാമം. നാമത്തിലൂടെ നമ്മൾ ദേവതയെ ആദ്യം മനസ്സിലാക്കാം. കാരണം ദേവതയ്ക്ക് 3 ശരീരമുണ്ട്: സ്ഥൂലം, സൂക്ഷ്മം, അതിസൂക്ഷ്മം. ചൈതന്യ ശരീരം, സൂക്ഷ്മ ശരീരം, അതിനെയാണ് നമ്മൾ മന്ത്രശരീരം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ രൂപങ്ങളിൽ. ലളിതാ സഹസ്രനാമം എടുത്തു നോക്കിയാൽ തന്നെ തുടക്കമുള്ള സ്തോത്രങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. അതില് അംഗോപാംഗ വർണ്ണന ഉണ്ട് ദേവിയുടെ. കേശാദിപാദ വർണ്ണനയും അത് സ്ഥൂല രൂപത്തിലാണ്. പിന്നീട് അങ്ങോട്ട് പ്രോഗ്രഷൻ ചെയ്യുന്നത് മന്ത്രരൂപത്തിലാണ്. അവിടുന്ന് അങ്ങോട്ട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ദേവിയുടെ ചൈതന്യ ശരീരത്തിന്റെ കാര്യത്തിലാണ് ലളിതാ സഹസ്രനാമം പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം പ്രാഥമികമായി ദേവിയുടെ 3 ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കാം, ദേവിയുടെ ഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ ഉയർന്ന തലത്തിലേക്ക് പോയി അവസാനം പരാശക്തിയുടെ ഏറ്റവും ഉയർന്ന വിദ്യയാണ്, അല്ലെങ്കിൽ ശക്തി ആരാധനയിലെ ഏറ്റവും ഉയർന്ന താന്ത്രിക വിദ്യയാണ് ശരിക്കും ശ്രീവിദ്യ. അതിനപ്പുറത്ത് വേറെ വിദ്യയുണ്ട്. അതിലേക്കുള്ള പ്രോഗ്രഷനാണ് ശരിക്കും ലളിതാ സഹസ്രനാമം. അതാണ് ദേവി മഹാത്മ്യവും ലളിതയും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ 4 തൂണുകളായിട്ടാണ് നമ്മൾ പറയുക ശരിക്കും. അപ്പൊ ആദ്യത്തെ തൂണാണ് ലളിത. അങ്ങനെ ഇത് 4 തൂണും ഞാൻ സ്വായത്തമാക്കി നിൽക്കുമ്പോൾ അതിന്റെ മേലെയാണ് ശ്രീവിദ്യ സമ്പ്രദായം വിളങ്ങി നിൽക്കുക. ഇല്ല, അപ്പൊ ഈ ലളിതാ സഹസ്രനാമത്തില് ഈ താന്ത്രികമായിട്ടുള്ള ഫിസിക്കൽ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഈ ഉപാസനയിൽ? ഫിസിക്കൽ എക്യുപ്മെന്റ്സ് ഒന്ന് വ്യക്തമാക്കിയാൽ പറയാം. ഇല്ല, എക്സാമ്പിൾ ഈ യന്ത്രം, അതുപോലെ പിന്നെ ഉള്ള സംഭവങ്ങള്. ലളിതാ സഹസ്രനാമത്തില് ശരിക്കും നമ്മൾക്ക് അതാണ് ഞാൻ പറഞ്ഞത് പ്രിലിമിനറി. നമ്മളിപ്പോ ഈ മണ്ഡലത്തിൽ നമ്മുടെ കോഴ്സിൽ എന്താണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന ആദ്യം ചൊല്ലാൻ പഠിപ്പിക്കുക. ആദ്യത്തെ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ ചൊല്ലാനും പദങ്ങൾ മുറിക്കുന്നതൊക്കെ ഒന്നും പറഞ്ഞു. കാരണം അവിടെയൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അതൊക്കെ മാറ്റി കൃത്യമായി അവരൊന്ന് ചൊല്ലാൻ പഠിപ്പിക്കും. അതിനുശേഷം ഓരോ നാമങ്ങളിലുള്ള അർത്ഥം
പറഞ്ഞു കൊടുക്കുക. കാരണം ഒരു മന്ത്രം ഫലവത്താവുന്നത് എപ്പോഴും ആ മന്ത്രം ചൊല്ലുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉയരുന്ന രൂപമാണ്. അതോടുകൂടി എന്താവും, ഈ പറയുന്ന ദേവതയുടെ സ്ഥൂല രൂപവും ദേവതയുടെ മന്ത്രരൂപത്തിലേക്ക് ഞാൻ കടക്കും. അതിനുശേഷം നമ്മൾ ഈ മന്ത്രത്തിന്റെ ഭാവം വെച്ചിട്ട് ഒന്നെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരം തന്നെ വിഗ്രഹമാക്കി നമുക്ക് ആരാധന ചെയ്യാം. അതിനെയാണ് നമ്മൾ സമയാചാരം എന്ന് പറയും. ശരിക്കും മനസ്സുകൊണ്ട് നമുക്ക് ആരാധന, ബാഹ്യ വസ്തുക്കളൊന്നും വേണ്ട. ഇനി അതല്ലെങ്കിൽ തുടക്കക്കാരാണ് നമ്മളെല്ലാവരും, ഭൂരിഭാഗം ആളുകൾക്കും സമയാചാരം. ഇപ്പൊ ഇന്നലെ എന്നെ ഷോർട്ട്നൂരിൽ നിന്ന് ഒരു അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ദീക്ഷയൊക്കെ കിട്ടിയതാണ്, ഗുരുനാഥന്റെ ദീക്ഷയൊക്കെ വാങ്ങിയതാണ്. പക്ഷെ ആ അമ്മയ്ക്ക് എന്താണ്, ഉപാംശം ജപിക്കാൻ പറ്റുന്നില്ല. ആ അമ്മയ്ക്ക് ഉപാംശം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സാവധാനം മന്ത്രം ജപിക്കുന്നത്. ആ അമ്മയ്ക്ക് എപ്പോഴും വൈകല്യമായിട്ട് തന്നെ ജപിക്കേണ്ടതാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ മാനസികാവസ്ഥ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചില ആളുടെ ഭാവനാതലം വളരെ ഉയർന്നതായിരിക്കും, ചില ആളുടെ ഭാവനാതലം വളരെ കുറഞ്ഞതായിരിക്കും. അപ്പൊ ഭാവനാതലം കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും, ബാഹ്യ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മള് പഞ്ചോപചാരം താത്വികമായിട്ട് നമുക്ക് കൊടുക്കാം, എന്താ വിരൽ ഉപയോഗിച്ച് കൊടുക്കാം, ഒരു വസ്തുക്കളും ആവശ്യമില്ല. പക്ഷെ ഇതേ കാര്യം നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ പൂജാരി അപ്പം അപാത്മനാജലം കൽപ്പയാമി എന്ന് പറഞ്ഞാൽ ശംഖിൽ വെള്ളം എടുത്തിട്ട് ദേവതയ്ക്ക് അർച്ചന ചെയ്യുന്ന കാണും. പക്ഷെ ഇതേ സാധനം എനിക്ക് തത്വമുദ്ര കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിന്റെ വ്യത്യാസം. നമസ്കാരം. ഞാൻ ശ്രീജിത്താണ്, വിളിച്ചിരുന്നു. പറയൂ. ഞാനത് പറഞ്ഞത്, എനിക്ക് ദീക്ഷ കിട്ടിയിട്ടുണ്ട്, ഭുവനേശ്വരി ഉപാസനയുണ്ട്. അപ്പം നമ്മൾ ഈ ലളിതാ സഹസ്രനാമം ഈ തന്ത്ര പദ്ധതിയിൽ നമുക്ക് അതും കൂടി അതിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അതോ ഇപ്പം ഞാൻ ചെല്ലുന്നത് പിന്നെ ഛന്ദസ് മുടിച്ചതിന് ശേഷം, ഉപാസന ക്രമം കഴിഞ്ഞ് ഛന്ദസ് മുടിച്ചതിന് ശേഷം ലളിതാ സഹസ്രനാമം ചൊല്ലുക ചെയ്യാറ്. അപ്പം ഇതിൽ കൂടെ വരുന്ന മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്തിയോ അത് ചെയ്യേണ്ട, അങ്ങനെയാണോ ചെയ്യേണ്ടത്? ശരിക്കും ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ദേവതയുടെ മന്ത്രം ശരീരത്തിലേക്ക് ന്യസിക്കുകയാണ് ചെയ്യുക. ഇപ്പം ഭുവനേശ്വരി നോക്കിയാലും നമുക്കറിയാലോ, ഭുവനേശ്വരി ദശമഹാവിദ്യയില് ലളിത കഴിഞ്ഞു വരുന്ന ദേവതയാണ്. അപ്പോ ഇതെല്ലാ വിദ്യയിലും ഈ പറയുന്ന പോലെ ശ്രീവിദ്യയിൽ പോലും, ശ്രീവിദ്യ ഉപാസകരോട് പോലും നിത്യേന ചൊല്ലാൻ പറയുന്ന കാര്യമാണ് ലളിത. കാരണം ഈ പറയുന്ന പോലെ ഈ ഭാവം, ദേവിയുടെ ഭാവം മനസ്സിൽ ഉറച്ചിരിക്കണം എന്നുള്ളത്. ഇപ്പം ന്യാസം ചെയ്യുന്നത് ശരിക്കും എന്തിനാണ്? ന്യാസം ചെയ്യുന്നത് ഏതാണോ ആ ദേവത, ആ ദേവതയുടെ മന്ത്രം എന്റെ ശരീരമായി മാറുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് അതിൽ തന്നെ പറയും ഐം ക്ലീം സൗ, അല്ലെ, ബീജം കീലകം, ബീജം ശക്തി കീലകം. ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ആ മന്ത്രത്തിന്റെ ശക്തിയെയും ആ മന്ത്രത്തിന്റെ ബീജത്തെയും ആ മന്ത്രത്തിന്റെ കീലകത്തെയും ഞാൻ ന്യസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്താലാണ് എന്തുണ്ടാവുക, എനിക്ക് ആ പരിപൂർണത, ആ ചൈതന്യത്തെ, ഞാൻ ദേവിക്ക് ഞാൻ പറഞ്ഞല്ലോ 3 ശരീരമുണ്ട്, മന്ത്രശരീരം, ചൈതന്യ ശരീരമുണ്ട്. ആ ചൈതന്യത്തെ ഞാൻ എന്നിലേക്ക് ന്യസിക്കുകയാണ് വേണ്ടത്. അത് പിന്നെ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായി ദേവിയെ അനുഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ ന്യാസം ഒഴിവാക്കിയിട്ട് ചൊല്ലാം. പക്ഷെ ന്യാസം എന്തിനാണ് നമ്മൾ ചൊല്ലുന്നത്? ന്യാസം ഒഴിവാക്കുന്നതല്ല, മറ്റു പിന്നെ ഇതിൽ കുറെ വേറൊരു ഉപാസന പദ്ധതി കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്ത് വരുമെന്ന് എന്റെ സംശയം. അല്ല, ഉപാസന പദ്ധതിയല്ല. അതിലെന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ദേവതയ്ക്ക് നിങ്ങൾക്ക് അർച്ചന സമ്പ്രദായം നമ്മൾ കൊണ്ടുവരും. നാമാവലി അർച്ചന, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ വിളക്ക് പൂജ, അതല്ലെങ്കിൽ നിവേദ്യം, ഇങ്ങനെയുള്ള ക്രമം. കാരണം നമ്മൾ എന്താണ് ചെയ്യുക, സാധാരണ ലളിതാ സഹസ്രനാമം ചൊല്ലുക, പുസ്തകം കൂട്ടുക, എഴുന്നേൽക്കാന്നാണ് അല്ലേ രീതി. അതല്ല അതിന്റെ രീതി, ഇത് കൃത്യമായ ഒരു ക്രമം. അപ്പൊ എന്താണ്, സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ദേവതയ്ക്ക് അർച്ചനയായിട്ടോ അല്ലെ, അല്ലെങ്കിൽ ഹോമമായിട്ടോ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടെ അവർ പഠിപ്പിക്കാൻ പറ്റും. ഈ പറയുന്ന പോലെ ചേട്ടൻ പറഞ്ഞ പോലെ, ചേട്ടൻ ഇപ്പോ ഒരു ക്രമത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ചേട്ടൻ പഠിച്ചു കഴിഞ്ഞു. നമ്മള് ഈ പറയുന്ന പോലെ യതീശ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ബഹുഭൂരി പക്ഷം വരുന്ന ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന സാധകർക്ക് ഇതിന്റെ യഥാർത്ഥ ക്രമം അറിയും. ചേട്ടൻ ഇപ്പൊ ഇത് ഈ ഭുവനേശ്വരി ചെയ്തുകൊണ്ട് ഛന്ദസും ദേവതയും അല്ലെ, ഋഷിന്യാസവും കരന്യാസവും അംഗന്യാസവും ഒക്കെ അറിയാം. പക്ഷെ ഇത് അറിയാത്ത ആളുകളാണ് കൂടുതലുള്ളത്. അപ്പൊ അവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന് ഈ ക്രമമൊക്കെ പഠിപ്പിച്ച് അവരെ ലളിതാ സഹസ്രനാമം ചൊല്ലി അവരെ കൊണ്ട് തന്നെ ദേവതയ്ക്ക് അർച്ചന ചെയ്ത് ഈ പറയുന്ന പുഷ്പാഞ്ജലി, നമ്മൾ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ആയാലും എത്രയോ കാലമായി നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് അല്ലെ, അവിടെ ബോർഡിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി നമ്മളത് 50 രൂപയോ 100 രൂപയോ, പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് വരെ
ഈ ഒരു നിങ്ങൾ എത്ര വയസ്സായിരുന്നു എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയും, ആ ഒരു വയസ്സിന്റെ ഇടയിൽ എത്രയോ പുഷ്പാഞ്ജലി നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇന്ന് വരെ നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു പോറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാന്തിക്കാരൻ അതൊന്ന് പേപ്പറിൽ എടുത്തിട്ട് ഇത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ കൊണ്ട്? അപ്പൊ ഇത് നമ്മൾ ചെയ്യിപ്പിക്കണം ആളുകളെ കൊണ്ട്. കാരണം ഐക്യമത്യ സൂക്തൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. ശരിക്കും ഒരു ഹൈന്ദവൻ അവന്റെ കല്യാണ പന്തലിൽ ശരിക്കും ഒരു വധൂവരനാവുന്ന സമയത്ത് ഒരു ആളിനെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് എന്റെ അർദ്ധാംഗിനിയായിട്ടോ അർദ്ധാംഗനായിട്ടോ ചേർക്കുന്ന സമയത്ത് ചൊല്ലേണ്ട സൂക്തമാണ് ശരിക്കും ഐക്യമത്യ സൂക്തം. നമ്മൾ ലക്ഷ്യങ്ങൾ കൊടുത്ത് കല്യാണം നടത്താറുണ്ട്. ആരെങ്കിലും ഈ കല്യാണം കഴിക്കുന്ന ഈ രണ്ടാൾക്ക് വെറും ഒരു 6 മന്ത്രമാണ് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ അതൊരു സിസ്റ്റം ആക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ചൊല്ലുന്നത് ദേവി അവിടെ കേട്ടിരിക്കുന്നുണ്ട്. ആ ദേവി കേട്ടിട്ട് ഞാൻ ചൊല്ലുന്ന രീതി ഇഷ്ടമായാല് അല്ലെങ്കിൽ ദേവിക്ക് എന്നെ ഇഷ്ടമായാല് സിദ്ധി കിട്ടും എന്നാണ് നമ്മൾ മിക്ക ആൾക്കാരും. അതല്ല ക്രമം നമ്മളോട് പറഞ്ഞ ക്രമം ഇതേ അല്ല. നമ്മൾ തപസ് ചെയ്യേണ്ട ആൾക്കാരാണ്, ഉപാസിച്ച് വാങ്ങിക്കേണ്ട ആൾക്കാരാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ കിട്ടി ഇല്ലെങ്കിൽ പോയി, അതല്ല നമ്മുടെ ക്രമം. അപ്പൊ അതുകൊണ്ട് ഈ ക്രമത്തിൽ പഠിപ്പിക്കാം. ചേട്ടന് ഭുവനേശ്വരി ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ക്രമങ്ങൾ അറിയാമായിരിക്കും, അല്ലെങ്കിൽ അറിയും എന്തായാലും തീർച്ചയാണ്. ദീക്ഷ വാങ്ങിയ ആളാണല്ലോ. പക്ഷെ ലളിതയ്ക്ക് ഈ പറയുന്ന പോലെ ന്യാസ സംഗീതം നമുക്ക് ചെയ്യാം. അർച്ചന ലളിതയ്ക്ക് നിങ്ങൾക്ക് അർച്ചന ചെയ്യണമെങ്കിൽ, ലളിത ശ്രീചക്ര ഉപാസകരാണെങ്കിൽ കൂടുതൽ എന്താണ് അവിടെ ശ്രീചക്ര പൂജ അവർ എന്തായാലും പഠിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സാധാരണക്കാരന് ശ്രീചക്ര ദീക്ഷ കൊടുക്കാണ്ട് നമുക്ക് ശ്രീചക്ര പൂജ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ലഘുവായ പദ്ധതികൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. സ്വയം അവർ ചെയ്ത് അവർക്ക് ആത്മവിശ്വാസം വരട്ടെ. ദേവി മഹാത്മ്യം ചൊല്ലുമ്പോ അതിന്റെ കൂടെ നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പറ്റുമോ? കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? ഇടയിൽ ദേവി മഹാത്മ്യം ഇപ്പൊ ഞാൻ ചൊല്ലുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ലളിതാ സഹസ്രനാമം നമുക്ക് പഠിച്ച് അതും കൂടെ ചൊല്ലാൻ പറ്റുമോ? ഞാൻ അതാണ് കുറച്ച് നേരത്തെ പറഞ്ഞ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ പറഞ്ഞ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ശ്രീവിദ്യ ഉപാസകർക്ക് അവരുടെ ഗുരുനാഥന്മാര് പറയാൻ നിത്യേന ലളിതാ സഹസ്രനാമം ചൊല്ലണം. അതിന്റെ അർത്ഥം എന്താ? വളരെ വിശേഷപ്പെട്ടതാണ് ഇത്. ഒരുപാട് ബീജമന്ത്രങ്ങൾ നമ്മൾ എന്താണെന്നറിയോ ലളിതാ സഹസ്രനാമത്തെ ഇത്ര ലഘുവായി കാണുന്നത്? നമ്മൾ ശരിക്കും അതിനെ നാമമായിട്ട് മാത്രം കാണുന്നതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ അതിനെ ഇടനീര് പരിശോധിച്ചാല് പല ബീജമന്ത്രങ്ങളും, ശക്തി ബീജവും പ്രണവ ബീജവും ശിവബീജവും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ബീജമന്ത്രങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ദേവി മഹാത്മ്യം നിങ്ങൾ ചൊല്ലുന്നതിൽ തെറ്റില്ല, വളരെ സന്തോഷമാണ്. പറ്റുമെങ്കിൽ ലളിതയും ചൊല്ലുന്നത് അതിവിശിഷ്ടമാണ്. ദേവി മഹാത്മ്യം ചൊല്ലാൻ തന്നെ നമുക്ക് ദീക്ഷ ഉണ്ടായിട്ടുണ്ടാവില്ല നവാക്ഷരി? ഇല്ല, നവാക്ഷരി ഇല്ല. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് കണ്ടു പഠിച്ചതാണ്. ഞാൻ ദിവസം ചൊല്ലുന്നത് 11 അധ്യായം. എന്താണെന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല കേട്ടോ. ഞാനിത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത്. ഒരിക്കലും കാരണം ഞങ്ങൾ ഇതിനെതിരാണ്. കാരണം എല്ലാ വിദ്യയും എല്ലാവർക്കും എത്തണം. പക്ഷെങ്കിൽ അതില് ദേവി മഹാത്മ്യത്തിന്റെ ഒരു പ്രശ്നം പ്രശ്നമല്ല, അത് ഒരിക്കലും അതൊരു ക്രമമാണ്. ആ ക്രമത്തില് ഉത്കീലനം ഒക്കെ ഉണ്ട്. ഉത്കീലനൊക്കെ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. Somebody muted. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? Yes sir. ഓക്കെ. അപ്പൊ ഈ ഉത്കീലനം ദേവി മഹാത്മ്യം ചൊല്ലുമ്പോ ഇതിന് ചില മന്ത്രങ്ങൾക്ക് അതിന്റെ ഋഷീശ്വരന്മാര് ശാപം വെച്ചിട്ടുണ്ട്. അതിനെ തുറന്നു വിടാനുള്ള മന്ത്രം ഉണ്ട് ശരിക്കും അവര്. കാരണം എന്തിനാണെന്ന് പറഞ്ഞാല് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദേവി മഹാത്മ്യം കുറച്ചും കൂടെ ഒരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ആയുധം തെറ്റായ കൈകളിൽ എത്തിയാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാലോ, ഒരു നൈഫ്, കട്ടിംഗ് നൈഫ്, അതൊരു സർജറി കിട്ടിയാൽ അയാൾക്ക് ജീവൻ രക്ഷിക്കാനാവും. പക്ഷെ അത് ഈ പറയുന്ന പോലെ കള്ളനോ കൊലപാതകിയുടെ കയ്യിൽ കിട്ടിയാൽ അത് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ദേവി മഹാത്മ്യത്തിലെ ചില മന്ത്രങ്ങൾ ഇതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ലോക്ക് തുറക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നവാക്ഷരി വാങ്ങിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ചൊല്ലുന്നതിന് തെറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ചില എക്യുപ്മെന്റ് കണ്ടില്ലേ, ചില എക്യുപ്മെന്റ്സിലെ ആഡ് ഓൺസ് വരും. ചില സോഫ്റ്റ്വെയർ കണ്ടിട്ടില്ലേ, സോഫ്റ്റ്വെയർ നമ്മൾ വാങ്ങിക്കും, പക്ഷെ അതിന്റെ ഒരു അപ്ഡേഷൻ വരാനുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ലാപ്പ് ആയാലും ഒരു ലാപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഇൻബിൽഡ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ അവർ തരും.
പക്ഷെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ടാകുമ്പോൾ നമ്മളത് അപ്ഡേറ്റ്, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കാനുണ്ട്. ആ അപ്ഡേഷൻ നടക്കുമ്പോഴാണ് അതിന്റെ പരിപൂർണ്ണ പെർഫോമൻസ് അത് നടത്തുള്ളൂ. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് പഠിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചൊല്ലാൻ കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും അതിന്. ശരി, വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഈ നമസ്കാരം സർ. യോഗയായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു പറയാമോ? എന്താണ് യോഗയുമായിട്ട് യോഗ? വളരെ എന്താ പറയാ, അതിലിപ്പോ ഒരു നാമം പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേ അവിനാശ് കഥാകാരത്തിനെ പറ്റിയുള്ള അവിനാശ് ഒരു മിനിറ്റ് ഓ, നമുക്ക് ഒന്ന് എന്താ പറയുക, കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് ലാസ്റ്റിലേക്ക് കൊണ്ടുവരാം. കാരണം ഇതിന് സംബന്ധമായ ക്വസ്റ്റ്യൻസ് ഒരുപാട് ആൾക്കാർ ചോദിക്കാനുണ്ട്. ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ. സർ. സംശയം ചോദിച്ചോട്ടെ. നമുക്ക് ഈ രാത്രി 12 മണിക്ക് ശേഷം ഒക്കെ നമുക്ക് ലളിത സഹസ്രനാമം ജപിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത് നേരത്തെ ഞാൻ പറഞ്ഞതിൽ തന്നെ ഉത്തരമുണ്ട്. കാരണം എന്താ, നിങ്ങൾക്ക് രാത്രി 12 മണിക്ക് ദൈവത്തിനെ വിളിക്കേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ വിളിക്കോ വിളിക്കില്ലേ? വിളിക്കും. ഉത്തരം അതല്ലേ? ഉണ്ട്. ഉത്തരം അതല്ലേ? ഓക്കെ താങ്ക്സ്. ദൈവം ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാനോ ടൈം ടേബിൾ വെച്ചിട്ട് നമ്മളെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളല്ല. സാറേ, എനിക്ക് ഒരു മോൻ സുഖമില്ലാത്ത മോനുണ്ട്. അപ്പൊ എനിക്ക് ചിലപ്പോ വിചാരിച്ച സമയത്ത് ജപിക്കാൻ പറ്റില്ല. ചിലപ്പോ രാത്രി എനിക്ക് ഞാൻ സമയം പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ പ്രപഞ്ചം നിലനിർത്തുന്ന ആളല്ലേ. എന്റെ ശ്വാസമായിട്ട് അവളുണ്ട്. എന്റെ ശ്വാസം പോലും അവളാണ്. അപ്പൊ ആ അവളെ ഞാൻ എന്തിനാണ് ടൈം ടേബിൾ പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യം? ദേവിയെ നിങ്ങൾ ഓരോ നിമിഷവും അനുഭവിക്കേണ്ടതാണ്. ദേവിയും നിങ്ങൾ വേറെ അസ്തിത്വമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളിൽ അവൾ വസിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന നമ്മുടെ അജ്ഞത കൊണ്ട് അവളെ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഈ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ നമ്മൾ അത് ആ ആവരണങ്ങളൊക്കെ പൊളിച്ചു മാറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത്രയും കാലം ഇത് ഉള്ളിൽ ഉണ്ടായിട്ടാണോ ഞാൻ ഇതൊന്നും അനുഭവിക്കാണ്ട് ആളെ തേടി നടന്നത്? അപ്പൊ അതുകൊണ്ട് സമയം ഒരു വിഷയമല്ല. ദൈവം എന്നുള്ളത് ഭാരതീയന്റെ ഒരു ദർശനം എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചൈതന്യമാണ്. അത് എന്നിലും കുടികൊള്ളുന്നു, പ്രപഞ്ചത്തിലും കുടികൊള്ളും. സാർ, ഒരു കാര്യം കൂടെ. സാറിന് ഞാൻ ലളിത സഹസ്രം ജപിക്കാറുണ്ട്, പക്ഷെ ഞാൻ അർത്ഥം അറിയാതെ ജപിക്കാറുണ്ട്. പിന്നെ ജപിച്ചുമ്പോൾ നമ്മുടെ മനസ്സ് പലയിടത്തേക്കും പോകുന്നുണ്ട് ജപിച്ചുകൊണ്ടിരിക്കുമ്പോ. അതിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ? ഇതില് നമ്മുടെ ദർശനം തന്നെ എന്താണെന്ന് അറിയുമോ? തെറ്റും ശരിയും ആപേക്ഷികമാണ്. ശരികൾ മാത്രമേ ഉള്ളൂ. എന്റെ ശരി, താങ്കളുടെ ശരി, മറ്റുള്ളവരുടെ ശരി, ഇത്രയേ ഉള്ളൂ. ശരി തെറ്റില്ല. പിന്നെ ലളിതാ സഹസ്രനാമം അർത്ഥം അറിഞ്ഞ് ജപിക്കണം എന്ന് പറയുന്നത്, നമ്മള് മനസ്സിൽ ഒരു പദം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ചിന്താമണ്ഡലത്തില് അതിന്റെ ചിത്രീകരണം നടക്കണം. അങ്ങനെയുണ്ടെങ്കിൽ എന്താവും? മനസ്സ് ഡൈവേർട്ട് ചെയ്യാണ്ടിരിക്കും. അതിനാണ് ലളിതാ സഹസ്രനാമം ശരിക്കും ഒരു പ്രാണായാമമാണ്. നിങ്ങൾക്ക് അറിയോ അറിയില്ലെന്ന് എനിക്കറിയില്ല. കൃത്യമായ ഒരു 38-40 മിനിറ്റിന്റെ ഉള്ളിൽ ആ ഒരു താളത്തിൽ നമ്മൾ ജപിച്ചാൽ ശരിക്കും ഒരു പ്രാണായാമമാണ് ശരീരത്തിൽ. അതാണ് നേരത്തെ അദ്ദേഹം ചോദിച്ചതിന്റെ ഒരു ഉത്തരം അതാണ്. കൃത്യമായ ഒരു താളക്രമത്തിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി, മാലിനി ഹംസിനി ഇവിടെയാണ് യോഗയുടെ കണക്ഷൻ വരുന്നത്. ഹംസ, സോഹം, സോഹം, ഹംസ. അത് ഈ പറയുന്ന പോലെ സമയത്തിന്റെ ക്രമമുള്ളതുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ ഇതൊക്കെ പഠിക്കാം. നിങ്ങൾ വരും, ക്ലാസ്സിൽ നല്ല വിശദമായി നമുക്ക് പഠിക്കാം. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാറേ, ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ലളിതാ സഹസ്രനാമം വായിച്ചിട്ടില്ല. അതുപോലെ ദേവി മഹാത്മ്യവും എനിക്ക് അറിയത്തില്ല. പലതവണ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അക്ഷരസ്ഫുടതയോടുകൂടി വായിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ ഗ്രൂപ്പിൽ ചേർന്ന് അങ്ങയിൽ നിന്നും പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ചുവട് വെച്ച് നടക്കാം. ദേവി മാതൃക നമ്മൾ പറയാറുണ്ട്, അവള് അഷ്ടമാതൃക്കൾ ആണ്. കാരണം നമ്മുടെ ഋഷീശ്വരന്മാര് നമ്മൾക്ക് തന്ന ഭാഷ പോലും, സംസ്കൃത അക്ഷരമാല നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അതിനെ നമ്മൾ വർഗീകരിച്ച് നോക്കിയാൽ നമ്മുടെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളായിരിക്കും ഉള്ള വിശ്വാസം തന്നെ പറയാം. അമ്പലത്തിന്റെ തെക്കേ മുറ്റത്ത് ബലിക്കലില് ഒരു ശിലയില് അവിടെ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 9 പുട്ട് പോലെയുള്ള ഒരു ശില കാണാം വെച്ചിട്ട്. ഇതെന്താണ് ശരിക്കും?
അഷ്ടമാതൃക്കളാണ് ശരിക്കും. അഷ്ടമാതൃക്കളും ഗണപതിയും ഉണ്ടാവും. അപ്പൊ അത് എന്താണ് അഷ്ടമാതൃക്കൾ? ശരിക്കും മലയാളം അല്ല സംസ്കൃത അക്ഷരക്രമത്തില് ശരിക്കും അക്ഷരങ്ങളെ വർഗീകരിച്ചിട്ട് അത് ദേവതകളാക്കിയിട്ട് കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം, അത് ദേവതകളാണ്. സ്വരാക്ഷരങ്ങളുടെ ഗ്രൂപ്പ് ഒരു മാതൃകയാണ്. അപ്പം അക്ഷരങ്ങള് അവള് തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അക്ഷരങ്ങളായി അവള് നിങ്ങളുടെ കൈ പിടിക്കും. വലിയ ഇഷ്ടമാണ് സാർ. താങ്ക് യു, നന്ദിയുണ്ട് സാർ. സാറേ, വേറൊരു സംശയമുണ്ട് സാറേ. നമ്മുടെ ഏതെങ്കിലും ഒരു ദേവതയെ ഉപാസിച്ച് കഴിഞ്ഞാല് മറ്റു ദേവതകളെ നമ്മൾ ഉപാസിക്കാൻ അല്ലെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുണ്ടോ അങ്ങനെ? കാരണം ഞാൻ ലളിതാ സഹസ്രനാമം ജപിക്കാറുണ്ട് സാറേ. എനിക്ക് അർത്ഥമൊന്നും അറിയില്ല. അതിനുശേഷം കാലഭൈരവ അഷ്ടകം പറഞ്ഞ് വിളക്ക് കത്തിക്കുമ്പം പറഞ്ഞ് നിർത്തുന്നത്. പക്ഷെ ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരാളെ മാത്രമേ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പാടുള്ളൂ. ഭാരതത്തിന്റെ ദർശനം അതല്ല. നമ്മുടെ ദർശനം എന്താണ്? പ്രപഞ്ചം സൃഷ്ടി കൊണ്ട് മാത്രം നിലനിൽക്കോ? സൃഷ്ടിയാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിന് മാത്രം കർമ്മം ചെയ്യാൻ അനുവദിച്ചാൽ പ്രപഞ്ചം നിലനിൽക്കോ? ഇല്ലല്ലോ. സൃഷ്ടി കഴിഞ്ഞ് സ്ഥിതി വിഷ്ണു വരണം, അത് കഴിഞ്ഞ് സംഹാരം രുദ്രൻ ഉണ്ടാവണം, അത് കഴിഞ്ഞ് വീണ്ടും ദേവിയുടെ ലളിതാ സഹസ്രനാമത്തിലാണെങ്കിൽ അതിന് 5 കൃത്യങ്ങളുണ്ട്. വീണ്ടും തിരോധാനം, പിന്നെ അനുഗ്രഹം. എപ്പോഴും നമ്മൾക്ക് ഒരുപാട് തത്വങ്ങളുടെ കൂട്ടമാണ് ശരിക്കും ഈ പ്രപഞ്ചം. ഒരു തത്വത്തെ കൊണ്ട് മാത്രം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുവാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ ഇഷ്ടദേവതാ സങ്കല്പമുണ്ട്. അത് ഈ പറയുന്ന പോലെ ഒരു ദേവതയെ നമ്മൾ ഉപാസിച്ചാൽ മതിയാണ്. ആ അർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ദേവതാ ഷോപ്പിംഗ് നിങ്ങൾ പോകാൻ നിൽക്കരുത്. ഏതെങ്കിലും ഒരു ദേവതയെ എടുക്കുക, അതില് ആഴത്തിൽ. കാരണം ഇതെല്ലാം എല്ലാ ചൈതന്യത്തിന്റെ വകഭേദങ്ങളാണ്. എല്ലാ ദേവതകളുടെയും വകഭേദങ്ങളാണ്. ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദുർഗ എന്നുള്ള ചൈതന്യം എന്താണ്? ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ദുർഗതിയെ മാറ്റി നമ്മുടെ ആത്മചൈതന്യത്തെ ഒരു കോട്ട പോലെ സംരക്ഷിക്കുന്ന ഒരു ചൈതന്യം. പക്ഷെ അതേ ചൈതന്യത്തെ നമ്മൾ നവരാത്രിയിൽ നവദുർഗ എന്ന് പറഞ്ഞ ആരാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ബ്രഹ്മചാരിണിയും ശൈലപുത്രി ബ്രഹ്മചാരിണിയും തുടങ്ങിയിട്ട് 9 ആളെ നമ്മൾ അവിടെ ആരാധിക്കുന്നുണ്ട്. അതെന്താണ്? ദുർഗ എന്ന ചൈതന്യത്തിന്റെ 9 ഡിഫറെന്റ് ഫോംസ് ആണ്. ഓരോ രൂപഭേദങ്ങളാണ്. കാരണം ഇതൊക്കെ ചേരുന്നതാണ് പ്രപഞ്ചം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് നമ്മൾ ആഴത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് ഈ പറയുന്ന പോലെ ഒരു ഉപാസന എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അത് പൂർത്തിയാക്കാതെ അടുത്ത് അതല്ല ചിലപ്പോൾ നിങ്ങളെ ഉപദേശിച്ച ആചാര്യൻ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത് തീർത്തും ശരിയുമാണ്. കാരണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്നിനെ വിട്ട് അതിൽ ഫലം കിട്ടുന്നില്ല. അത് എന്തുകൊണ്ട് ഫലം കിട്ടുന്നില്ല? അത് ഉപാസിക്കുമ്പോൾ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ അർത്ഥം അറിഞ്ഞ് ഉപാസിക്കുമ്പോഴാണ് നമ്മൾക്കത് മന്ത്രമാവുന്നത്. മനസ്സിൽ ഭാവം വരുമ്പോഴാണ് മന്ത്രം വരുന്നത്. അപ്പൊ അങ്ങനെ എടുത്ത് ഉപാസിക്കണം. ഒന്നിനെ വിട്ട് ഒരു കാര്യത്തിന് ഒന്ന് പിടിച്ച് തപസ് ചെയ്തോ ഫലം നിശ്ചയമാണ്. നിങ്ങൾ ഉപാസന ചെയ്തോ നിങ്ങൾക്ക് ഫലം നിശ്ചയമാണ്. അത് ഏത് ദേവതയാണെങ്കിൽ. ഹലോ, പറയും. പല ആളുകളും കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. ദേവി മഹാത്മ്യം ഈയിടെയായിട്ട് പലരും 3 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് ജപിച്ചു വരുന്ന ആളുകളുണ്ട്. അതൊരു ഗുരു ഉപദേശം അത്യാവശ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലളിതാ സഹസ്രനാമമല്ലേ ഏറ്റവും അഭികാമ്യമായിട്ട് വരും. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ദേവിയുടെ അടുത്തേക്ക് നിങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നിങ്ങൾ എടുക്കേണ്ട ചുവടാണ് ലളിതാ സഹസ്രനാമം. ആ ചുവട് എടുത്തതിന് ശേഷം നമ്മുടെ ശരീരത്തിലെ കലകള് ദേവിയുടെ ഈ ശരിക്കും ഞങ്ങളൊക്കെ ഈ ഉപാസന പഠിപ്പിക്കുന്ന സമയത്ത് 48 ദിവസം അല്ലെങ്കിൽ 45 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ഒരു കൃത്യം ഒരു സാധനം സങ്കല്പെടുത്ത് ചെയ്തോ അത് ഫലത്തിന് വരുന്നുണ്ട്. അത്രയും പവർഫുൾ ആണ് ആ സാധനം, ആ ഒരു ടെക്സ്റ്റ്. അപ്പൊ അതുകൊണ്ട് ലളിതാ സഹസ്രനാമം തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സാമാന്യ ജനത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ അത് മതി. ജീവിതം നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബാഹ്യ ജീവിതത്തിന് ബാധിക്കുന്ന ഘടകങ്ങളെ ഈ പറയുന്ന പോലെ ചാലഞ്ചസിന് അല്ലെങ്കിൽ വെല്ലുവിളികൾ നിയന്ത്രിക്കാൻ, ഇതിനൊക്കെ ശരിക്കും ലളിതാ സഹസ്രനാമം തന്നെ ഇസ് മോർ ദാൻ എനഫ്. പക്ഷെങ്കിൽ അതില് നമ്മള് ഉപാസന ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് സാധന ചെയ്ത് കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരും എനിക്ക് ഇനിയും അറിയണം, ദേവിയെ ഇനിയും അറിയണം. അങ്ങനെയാണ് നമ്മൾ ഓരോ തലത്തിലേക്ക് പോവുക. ചൈതന്യ ശരീരത്തിലേക്ക് പോകും. അതാണ് നമ്മൾ സൗന്ദര്യ ലഹരി ഉപാസിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ദേവി
മഹാത്മ്യം എടുക്കും, ചണ്ഡികാ ഹോമൊക്കെ പഠിച്ച് നമ്മൾ തന്നെ ചെയ്യും. അതൊക്കെ എന്താണ് ദേവിയുമായിട്ട് അതൊക്കെ ആ അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ ഞാൻ ദേവനായാലും ദേവിയായി മാറും. കാരണം എന്നിൽ ഞാൻ അറിയാണ്ട് എന്റെ ക്വാളിറ്റീസ് പ്രത്യേകിച്ചും ദേവിയുടെ ക്വാളിറ്റീസാണ്. എന്റെ സംസാരം, എന്റെ നോട്ടം, എന്റെ പ്രവൃത്തി, എന്റെ ഇരുത്തം, എന്റെ നടത്തം, എന്റെ ഭക്ഷണക്രമം ഒക്കെ എന്താവും ദേവിയുടെ രീതിയായി മാറും. അതാണ് ശരിക്കും ദേവി ഉപാസന. നമസ്കാരം ഗുരുജി. ഒരു ഡൗട്ട്, 2 സംശയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇപ്പൊ ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുന്നത് സൗദിയിൽ നിന്നാണ്. സോ ഈ 45 ദിവസത്തെ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ദീക്ഷ എടുക്കാതെ ഇത് ചെയ്യാൻ പറ്റുമോ? അല്ല ദീക്ഷ എടുക്കണമെങ്കിൽ ഞാൻ ഒരു സംശയമുണ്ട്, ഒരു ഡൗട്ട് ഉള്ളത്, എനിക്കിവിടെ ഈ നാമപുസ്തകം ഒന്നും എന്റെ കയ്യിലില്ല. അപ്പം ആക്ച്വലി ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വീഡിയോ കാണുമ്പം അതിനകത്ത് മലയാളിയായിട്ടുള്ള ഒരു അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഈ നോട്ട് സ്വന്തമായിട്ട് പോലും എഴുതിയെടുക്കാൻ പാടില്ല. അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം അതിന് പറയുന്നത്, നമ്മൾ തന്നെ എഴുതിയെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഞാൻ എന്ന ഭാവം വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതാത്ത വേറെ ഏതെങ്കിലും പുറത്തുള്ള ഒരു പബ്ലിക്കേഷന്റെ ബുക്ക് വേണം നമ്മൾ വായിക്കാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിനുള്ള സാഹചര്യം എനിക്കില്ല, എനിക്ക് നോട്ട്സ് എഴുതിയെടുക്കാനേ വഴിയുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് 2 കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ക്ലിയർ ആയിട്ട്. ഈ നോട്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ പഠനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ് നോട്ട്സ്. ഓക്കെ, അപ്പൊ അത് ഒരു ക്ലാസ് നമ്മൾ ഇപ്പോ ഓരോ മണിക്കൂറാണ് ഒരു ദിവസത്തെ ക്ലാസ് എങ്കിൽ അതില് റെക്കോർഡഡ് വേർഷൻ ആണ് നിങ്ങൾക്ക് തരിക. കാരണം ഓൾറെഡി ലൈവ് ആയിട്ട് ക്ലാസ് ചെയ്ത് കഴിയും. അതിന് തൊട്ട് 1 മണിക്കൂറിന് ശേഷം ഇതേ വീഡിയോ അപ്ലോഡ് ചെയ്യും, നമ്മുടെ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യും. ആ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം വരെ അത് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോണ്ട് നിങ്ങൾക്ക് ഇത് അഭ്യസിക്കാം. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നോട്ട്സിന് ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, നിങ്ങൾക്ക് ഈ വീഡിയോ 3 വർഷം വരെ നിങ്ങളുടെ മൊബൈലില് ആപ്പ് നിങ്ങൾക്ക് സൗജന്യമായിരിക്കും. ദീക്ഷയുടെ കാര്യം ഈ പറയുന്ന പോലെ ലളിതാ സഹസ്രനാമം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ക്രമം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാല്, ആദ്യം ചൊല്ലാൻ പഠിപ്പിക്കുക, അതിനുശേഷം അതിന്റെ അർത്ഥം പഠിപ്പിക്കുക, 3ാമത്തെ തലം നമ്മുടെ ആചരണ രീതികൾ, ഉപാസനാ രീതികൾ അവർ പഠിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ആചാര്യനുമായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക്, അതാണ് ഈ പറഞ്ഞ, ചില ആളുകൾക്ക് സൗകര്യം ഉണ്ടാവില്ലായിരിക്കും വരാൻ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ദീക്ഷ വേണ്ടാന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് അവന്റെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പറഞ്ഞത്. കാരണം നേരിട്ടിട്ട് ഉള്ള ഒരു ദീക്ഷാക്രമമാണ് ഞങ്ങൾ ഇപ്പോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഓൺലൈൻ ദീക്ഷയ്ക്ക് നടക്കുന്ന കാലം തന്നെയാണ്. അതിലൊന്നും നമ്മൾ എതിരൊന്നുമല്ല. കാരണം ഓരോ കാലഘട്ടത്തിൽ പരിണാമം ഉണ്ടാവും. മനുഷ്യന്റെ ജീവിത ക്രമത്തിൽ പരിണാമം സംഭവിക്കുന്നത് പോലെ തന്നെ ആചാരക്രമങ്ങളിൽ പരിണാമം. പണ്ട് നമ്മൾ ഗുരുകുലത്തിലാണ് പഠിച്ചത്, പക്ഷേ ഇപ്പോഴും നമ്മൾ സ്കൂളിൽ പോയിട്ടാണ്. ഇപ്പം ഈവൻ കൊറോണ വന്നപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ പരിണാമം സംഭവിക്കും. ആ പരിണാമം മനുഷ്യന്റെ ജീവിതത്തിലും എന്താ പറയാ ആചരണങ്ങളിലൊക്കെ വരും. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യാൻ കാരണം, അത് നേരിട്ട് ചെയ്യാൻ കാരണം, കൃത്യമായി എന്താണ് മന്ത്രോപദേശം എന്നുള്ള ഒരു അനുഭവം ഉണ്ട്. ശരിക്കും ആ അനുഭവം ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങളെ പോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണം. എനിക്ക് അങ്ങനെ ദീക്ഷ എടുക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പം എന്റെ സമയത്തിനനുസരിച്ച് നാട്ടിൽ വരുന്ന ടൈമിൽ അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് പിന്നീട് ഞാൻ പ്രേംജിയുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളൊന്ന് പേഴ്സണലി പ്രേംജി അതൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്തായാലും പോസിബിലിറ്റി നോക്കാം. നമസ്കാരം. എനിക്ക് ചോദിക്കാവോ, ദേവിയുടെ രൂപത്തെ പറ്റിയാണ്. ഈ രൂപം യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ നമ്മള് സങ്കല്പിക്കുന്ന അനുസരിച്ച് രൂപം ആവുന്നതാണോ? വളരെ നല്ല ചോദ്യമാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇത് പറയാൻ എനിക്ക് സമയം അനുവദിക്കാത്തതല്ല. അതുപോലെ നമ്മുടെ ദേവിയുടെ മാത്രമല്ല, പല നമ്മുടെ ദേവതമാർ, ഗണപതി ആയാലും അതാണ് ഞാൻ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇന്ന് ഞാൻ പറയണമെന്ന് വിചാരിച്ച വിഷയമാണ്. സമയത്തിന്റെ കുറവ് പോലും പറയാൻ പറ്റിയില്ല. പലരും അതിനെ സിംബോളിക്കായിട്ട് പറയുന്നുണ്ട്, എന്നാൽ വേറെ ഭാഗത്ത് അവര് തന്നെ പറയും അത് യഥാർത്ഥത്തിൽ ഉള്ളതാണ്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് വളരെ വളരെ സത്യസന്ധമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് ഇരിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ വെച്ച ദേവി തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തതാണ് അല്ലെ? എന്നാൽ ഇത് നിങ്ങൾ താന്ത്രികപരമായിട്ട് ലളിതയുടെ ചിത്രം എടുത്ത് നോക്കൂ, ഇത്രയും ഭംഗിയായിട്ട് അവിടെ വരച്ച് കാണുന്നില്ല. കാരണം എന്താണ്, ആ കാലഘട്ടത്തില് വരയ്ക്കാനുള്ള എക്യുപ്മെന്റ്സ്, അതുപോലെ ഈ പറയുന്ന അവൈലബിലിറ്റി ഒക്കെ കുറയുന്ന കാലഘട്ടം, അല്ലെങ്കിൽ കുറഞ്ഞിരുന്ന കാലഘട്ടമാണ്. അവർക്ക് അന്ന് ലഭ്യമായ ഇത് വെച്ചിട്ട് അവർ ചിത്രം വരച്ചു.
എന്നാൽ ചിത്രങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ക്യാൻവാസോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാത്ത കാലത്തും ഈശ്വരന്റെ ആരാധന നടന്നിട്ടുണ്ട്. നമ്മുടെ ഈശ്വര ആരാധന സമ്പ്രദായം തന്നെ ഇപ്പൊ നിങ്ങൾ കൗളം അല്ലെങ്കിൽ വാമാചാരൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് അറിയാം എന്താണ് മനുഷ്യന്റെ പരിണാമത്തിൽ മനുഷ്യൻ ആദ്യം ആരാധിച്ചത് ശരിക്കും മലകളെയും പുഴകളെയുമാണ്. അന്ന് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ നായാടി നടന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ഈശ്വരാരാധന ചെയ്തത്? നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ ക്ഷേത്രം എന്നുള്ള ഈ സങ്കല്പം വന്നത് ഞാൻ ഇന്നത്തെ ഓപ്പണിംഗ് സെഷനിൽ നിങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. കാരണം ക്ഷേത്രം എന്ന സങ്കല്പം തന്നെ മഹാഭാരത യുദ്ധ കാലഘട്ടത്തിന് ശേഷമാണ്, ദ്വാപര യുഗത്തിന് ശേഷമാണ്. അപ്പൊ ദ്വാപരത്തില് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഹൃദയയുഗത്തില് ഒക്കെ ആരുണ്ടായിരുന്നു? ശരിക്കും ഈശ്വര ആരാധന ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അത് ഏത് രൂപത്തിലാണ്? അന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടില്ല. അപ്പം ഇത് പിന്നീട് കടന്നു വന്നതാണ്. ഇനിയിപ്പോ രണ്ടാമത്തെ നിങ്ങളുടെ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം, ഇത് സിംബോളിക് അല്ലേ? തീർച്ചയായും സിംബോളിക് ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ വിശേഷേണ ഗ്രഹിക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശേഷേണ അതൊരു ഐക്കണാണ്. അത് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ട് അതേ ഉദാഹരണങ്ങൾ എടുത്ത് പറയാം. നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടെങ്കിൽ ട്രാഫിക് സിഗ്നലിൽ എന്ത് കാണും? റെഡ് ലൈറ്റ് കാണും, അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും. അത് ശരിക്കും നിങ്ങൾ അവിടെ ആ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ? യെല്ലോ കണ്ടാൽ എന്ത് ചെയ്യണം, റെഡ് കണ്ടാൽ എന്ത് ചെയ്യണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ബട്ട് ആ ഒരു ഐക്കൺ കാണുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ നേരത്തെ ഫീഡ് ചെയ്ത് വെച്ച ആ ആശയങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ? ഓട്ടോമാറ്റിക് നിങ്ങൾ കാല് ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും, സ്പീഡ് കുറയാൻ തുടങ്ങും. ഇതെന്താണ്? അതാണ് വിഗ്രഹം. ആ ഒരു ഐക്കൺ കാണുന്ന സമയത്ത്, ഒരു അടയാളം കാണുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഭാവങ്ങൾ ഉണരണം. അതുകൊണ്ട് തന്നെയാണ് ദേവിയുടെ ലളിത ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അറിയും, ധ്യാന ശ്ലോകത്തിൽ ദേവി 4 കൈകളിൽ ഏന്തിയിരിക്കുന്നത് 4 സിംബോളിസമാണ്. കരിമ്പ് എഴുതിയിട്ടുണ്ട്. അത് ഇച്ചു ബാണം. കരിമ്പിനെ കൊണ്ട് ആർക്കെങ്കിലും എന്താ പറയാ അമ്പും വില്ലുണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമുക്കറിയാലോ അത് ഒടിഞ്ഞു പോകില്ലേ? ഒടിഞ്ഞു പോകും. അപ്പൊ എന്താണ് ഇക്ഷു ബാണം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഇക്ഷു ചാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതിന്റെ അർത്ഥം അത് സിംബോളിക് ആണ്. അത് ശരിക്കും മനസ്സിനെ പ്രതിനിധീകരിക്കുന്നതാണ് ആ കരിമ്പ്. അത് മതിച്ച് മനസ്സിൽ ഉണരുന്ന വികാരങ്ങളെ മതിച്ചുകൊണ്ട് അതിന്റെ നീരെടുത്ത് അത് വീണ്ടും പ്രോസസ്സിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് നമ്മൾ പഞ്ചസാര എടുക്കുന്നില്ലേ? കരിമ്പ് എങ്ങനെയാണ് പഞ്ചസാര വരിക? കരിമ്പ് ക്രഷ് ചെയ്ത് ആ നീരെടുത്ത് അതിനെ വീണ്ടും ബോയിൽ ചെയ്ത് അതിനെ ഘനീഭവിപ്പിച്ച് സോളിഡ് അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ മധുരം നമുക്ക് കിട്ടുന്നത്. കരിമ്പിന്റെ ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ മധുരം നമുക്ക് പഞ്ചസാരയിൽ കിട്ടും. കാരണം എന്താ? അത് പ്രോസസ്സിലൂടെ കടന്നു വന്നു. മഥനം ഞാൻ നേരത്തെ പറഞ്ഞു നോക്കാം. അപ്പം ഇങ്ങനെയാണ്, സിംബോളിസം ആണ്. ദേവിയുടെ കയ്യില് കരിമ്പ് കാണുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞ, അമ്പലത്തിൽ പോയൊരു വിഗ്രഹം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിശേഷമാണ് അതിനുള്ള തത്വം ഗ്രഹിക്കണം. അതാണ് ക്ഷേത്രം എന്റെ കണ്ണാടിയാണ്, ഞാൻ എന്നെ കാണുന്ന കണ്ണാടിയാണ്, റിഫ്ലക്റ്റീവ് സർഫസ് ആണ് വിഗ്രഹം. എല്ലാ ചരാചരങ്ങളാണ് പിന്നെ ഈ പറയുന്ന പോലെ ദേവിയെങ്കിൽ എല്ലാ ഉറുമ്പിന്റെയും വിഗ്രഹം നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടാവണ്ടേ? ദേവി ഉറുമ്പിന്റെ രൂപത്തിൽ ഉണ്ടാവണ്ടേ? എന്തുകൊണ്ടില്ല? അല്ലേ? അതിൽ തന്നെ അതാണ് നമ്മൾ ലളിതാദേവിയും ദുർഗാദേവിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ലളിത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ ക്ലാസ്സിൽ, കാരണം അത് ത്രിതത്വത്തിന്റെ അധിഷ്ഠാത്രി ദേവതയാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, പ്രപഞ്ചം ആവിർഭവിച്ചത് ഈ ത്രിതത്വത്തിനാണ്. സത്വ, രജസ്, തമസ് എന്ന 3 തത്വത്തിന്റെ ഒരു റേഷ്യോയിലാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു കല്ല് കണ്ടാൽ അതിൽ ജഡത്വമാണ് കൂടുതൽ, തമോ ഗുണമാണ്. അതുകൊണ്ട് അത് സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കും. ചിലതില് രാജസികമായ ഗുണം കൂടുതൽ, അത് ഓൾവേസ് ഓവർ ആക്റ്റീവ് ആയിരിക്കും. അത് രാജസികം. അപ്പൊ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ 3 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ 3 തത്വങ്ങളെ ബാലൻസ് ചെയ്യുന്ന തത്വം ആര്? അധിഷ്ഠാത്രി ദേവത. അതിനെയാണ് നമ്മൾ ലളിത എന്ന് വിളിക്കുന്നത്. ദുർഗ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഭയം, ഈ പ്രപഞ്ചമാകുന്ന കാര്യം. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് മൃഗചോദനയുള്ള ആളുകളാണ്. അതിനെ തന്ത്രം വിളിക്കുക, പശുത്വം വിളിക്കും. എന്താണ്? ആഹാരം, നിദ്ര, മൈഥുനം, ഭയം. ഇതിലാണ് ജീവിതം പോവുക. ഈ ഭയം എന്ന വികാരത്തെ ഓവർകം ചെയ്യണമെങ്കിൽ എന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട ചൈതന്യമാണ് ദുർഗ. അത് എങ്ങനെയാണ് ദുർഗ ജനിക്കുന്നത്? ഈ പറയുന്ന മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി, ഈ 3 സ്ത്രൈണ ചൈതന്യങ്ങളുടെയും സംയോഗം, ഈ 3 എനർജി തമ്മിൽ ചേർന്നാൽ ഉണ്ടാവുന്ന ഒരു പുതിയ എനർജിയാണ് എന്ത്? ദുർഗ. അതിശക്തമായത്. ആ അതിതീവ്രത കൊണ്ട് മാത്രമേ എനിക്ക് അതിൽ താഴെയുള്ള വികാരങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി പറ്റൂ. ദുർഗ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്റെ ആത്മചൈതന്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവറിംഗ് എനർജിയാണ്. എന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള എല്ലാ ഫിയേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്ന ഒരു
ചൈതന്യത്തെയാണ് നമ്മൾ ദുർഗ എന്ന് വിളിക്കുന്നത്. ആ ദുർഗാ ചൈതന്യത്തിന് തന്നെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. അതാണ് നമ്മൾ നവരാത്രി കാലത്ത് നവദുർഗ എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം ചെയ്തത് നവദുർഗ ഉപാസനയാണ്. ഇതാണ് ലളിതയും. ലളിത എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റ് ആൻഡ് പ്ലേഫുൾ. നമ്മൾ പ്രപഞ്ചത്തെ കാണുന്നില്ല, ഇത് മനോഹരമാണ്. പക്ഷെ ആ മനോഹാരത എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഈ ത്രിതത്വത്തിലാണ്. അതുകൊണ്ടാണ് ലളിത. അത് എങ്ങനെ ഉണ്ടാവുന്നു? ശിവനും ശക്തിയും ചേരുമ്പോൾ, ബോധവും ചൈതന്യവും ചേരുമ്പോൾ അവിടെ ഈ ത്രിതത്വം വളരുന്നു. ആ ത്രിതത്വത്തിന്റെ അധിഷ്ഠാത്രി ദേവതയാണ് അവൾ ലളിത. നമസ്തേ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഞാൻ കാര്യം ചോദിക്കാനേ, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ലളിത സഹസ്രനാമം ചെല്ലുന്നുണ്ട്. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പ്രശ്നത്തിലൊക്കെ ആവുന്ന, ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഈ ലളിത സഹസ്രനാമം ചെല്ല്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേരുടെ ദൈനംദിന പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ എനിക്കിത്, ഞാനൊരു സാമ്പ്രദായികമായിട്ടൊന്നും ചെല്ലുന്ന കാര്യങ്ങളല്ല. ഞാനൊരു ദിവസം അമ്പലത്തിൽ ഇരുന്നപ്പം ലളിത സഹസ്രനാമം ചെല്ലണമെന്ന് തോന്നി. എനിക്ക് ഡിസ്ലെക്സിയുടെ അസുഖം ഉള്ളതുകൊണ്ട് മലയാള അക്ഷരങ്ങളൊക്കെ വായിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകം കേട്ടിട്ട് അതിങ്ങനെ കേട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ അക്ഷരങ്ങളൊക്കെ പിറക്കി എടുത്ത് വായിച്ചാണ് പഠിച്ചത്. ഞാൻ എല്ലാ ദിവസവും ചെല്ലുന്നുണ്ട്. പക്ഷെ സമയമൊന്നും, സ്വാമിജി നേരത്തെ പറഞ്ഞ പോലെ, ഗുരുജി നേരത്തെ പറഞ്ഞ പോലെ സമയം, കാരണം നമ്മൾ ഈ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ രാത്രിയിലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് രാത്രിയാവും. അപ്പൊ നമ്മൾ രാത്രിയിലൊക്കെ ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ സമയക്രമം ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ കിടക്കുന്നതിന് മുമ്പിട്ട് അമ്മയോട് പറഞ്ഞ വാക്കായതുകൊണ്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പിട്ട് ലളിതാ സഹസ്രനാമം ചെയ്യാം. പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിങ്ങനെ മറ്റുള്ളവരോട് പറയുന്നതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ സമയത്ത് കേട്ടോണ്ട് ചോദിക്കുകയാണ്, അവരും ഈ പദ്ധതി ഉപയോഗിച്ചൊന്നും അല്ല ചെല്ലുന്നത്. അപ്പൊ അവരെന്നോട് ചോദിക്കടാ, ഈ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് ലളിതാ സഹസ്രനാമം ചെല്ലാതിരിക്കുന്ന പ്രശ്നമുണ്ടോ? അതേപോലെ ഈ മറ്റ് പല സംഭവങ്ങളിലൂടെ പോകുന്ന എല്ലാവരും ബാച്ചിലേഴ്സ് തന്നെയാണ്. അപ്പൊ അവർ ചോദിക്കും നമ്മുടെ അടുത്ത്, എങ്ങനെയാ ഇത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ എന്റെ ഈ അറിവിന്റെ പരിധി നിന്നുകൊണ്ട് ഞാൻ പറയടാ, ഭഗവതി അല്ലേ. അപ്പം നമ്മള് ഭഗവതിയെ വിചാരിച്ചിട്ട് നമ്മൾ ദോഷം ഉണ്ടാകാൻ വേണ്ടിയൊന്നും അല്ല ഇത് ചെയ്യുന്നത്. ഭഗവതിയെ വിചാരിച്ചിട്ട് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. നിങ്ങൾ പറഞ്ഞ ഇതിന് വളരെ രസകരമായ ഒരു ഇതുണ്ട്. കാരണം ഞാനൊരു പ്രഭാഷണത്തില് നമ്മുടെ സ്വാമിയുടെ പ്രഭാഷണത്തിൽ കേട്ടതാണ്, ചിദാനന്ദപുരി സ്വാമിയുടെ. കാരണം നമ്മൾ എന്ത് ചെയ്താലും, നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്നോ അതിന്റെ കൂടെ ഈശ്വരനെ ചേർത്ത് വെച്ചാൽ അതിനെ നമ്മൾ പറയാ എന്താ, നിവേദ്യം അല്ലെങ്കിൽ പ്രസാദം. അങ്ങനെയല്ലേ പറയും. ഇപ്പോ ഒരു സാധനം കത്തിച്ച ഭസ്മം, ചാരം, അതില് ഈശ്വരീയതയോട് കൂടി മന്ത്രം ജപിച്ച് ഞാൻ ത്രികോണം വരച്ചാൽ അതിനെ ഞാൻ എന്താണ് പറയുക? ഭസ്മമാണ്. ചാരം ഭസ്മമാണ്. എങ്ങനെയാണ് ചാരം ഭസ്മമാകുന്നത്? അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എന്ത് ചെയ്യുന്നുവോ അതിന്റെ കൂടെ ഈശ്വരനെ കൂട്ടിയാൽ അതെന്തായി? പവിത്രമായി. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പിന്നെ സമയക്രമം, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിപ്പം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞുകൊണ്ട് വളരെ നന്ദി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. അധികം ആളുകൾക്ക് സംശയമാണ് ഈ ലളിതാ സഹസ്രനാമം ഇത്ര പവർഫുൾ ആണോ എന്നുള്ളത്. അപ്പം താങ്കൾ പറഞ്ഞത് തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം ഇത് ഇങ്ങനെയാണ്. കാരണം ലളിതാ സഹസ്രനാമം ഇങ്ങനെ ചൊല്ലിയാൽ തന്നെ നമുക്ക് കിട്ടുന്നു. പക്ഷെ അത് നിങ്ങൾ ഒന്ന് അർത്ഥം അറിഞ്ഞു കൂടി ചൊല്ലി നോക്കും, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നമ്മുടെ ചുറ്റുമുണ്ടാവും. നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നമ്മൾ കാത്ത് സൂക്ഷിക്കും. നമുക്ക് അപകടം വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ത്രികാല ജ്ഞാനം പോലെ, ഒരു റിമൈൻഡർ പോലെ ഉള്ളിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം ഞങ്ങളെ ടെസ്റ്റിമോണിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഉള്ളിൽ അസുഖമുള്ളത് അവർ അറിയുണ്ടായിരുന്നത്. പക്ഷെ ഇതുപോലെ ക്ലാസ്സിൽ വന്നവര് കുറെ കാലം ഇത് അഭ്യസിച്ച് ഉപാസന മാർഗത്തിൽ പോയി സങ്കല്പമൊക്കെ എടുക്കാൻ തുടങ്ങി. ഇതുപോലെ അവർക്ക് ഒരു ചെറിയ അസ്വസ്ഥത വന്ന് നോക്കുമ്പോൾ ഒരു മാരകമായ രോഗത്തിന്റെ തുടക്കമാണ്. ഒരു സങ്കടത്തോടാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, രക്ഷപ്പെടും നിങ്ങൾ. കാരണം ഇതൊരു സ്ലീപ്പിംഗ് ഡിസോർഡർ ആയിട്ട് ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നെത്തുന്നത് വലിയൊരു അപകടത്തിലായിരിക്കും. പക്ഷെ എന്താണ്, നമ്മൾക്കത് ഈ പറഞ്ഞത് ദേവിയുടെ കൂടെയാണ് നടക്കുന്നത്. ദേവി ഒരിക്കലും നമ്മൾ കൈവിടില്ല. ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ, എന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഈ പറയുന്ന പോലെ എന്റെ അടിസ്ഥാനം, എന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ അതെന്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ്, അനുഭവം തന്നെയാണ്. അതിന്റെ വെളിച്ചത്തിൽ പറയാം, നിങ്ങൾ ധൈര്യമായിട്ട് ഇതിനെ ഉപാസിക്കാം. പിന്നെ അക്ഷരങ്ങൾ അറിയാത്തത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ കാലമാണ്. മൊബൈലില് നിങ്ങൾക്ക് വെച്ച് ഇത് കേട്ട് പഠിക്കാം. കാരണം നിങ്ങളൊക്കെ വീടുകളിൽ സന്ധ്യാനാമം പഠിപ്പിച്ചത്, നമ്മളെ രക്ഷിതാക്കൾ പഠിപ്പിച്ചത് ടെക്സ്റ്റ് തന്നിട്ടാണോ? സന്ധ്യാനാമത്തിന് അല്ലല്ലോ.
നമ്മൾ കേട്ടിട്ടാണ് ഇതൊക്കെ പഠിച്ചത് അല്ലെ? സന്ധ്യാനാമം ചൊല്ലാൻ നമ്മൾ കേട്ടിട്ടാണ് പഠിച്ചത്. നമുക്ക് ഏത് ടെക്സ്റ്റാണ് ആരാണ് വായിച്ചത് അല്ല. അപ്പൊ മനുഷ്യന് ആ കഴിവുണ്ട്. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അവിനാഷ്ജി, ഹലോ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു ശിലയിൽ നിന്ന് ശില്പത്തെ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ മാനിഫെസ്റ്റ് ചെയ്ത് അത് അനുഭവിക്കലാണ് ശരിക്കും സാധന, അല്ലേ? ശരിയാണോ ഞാൻ മനസ്സിലാക്കിയത്? തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ശ്വാസം എന്താണ് ശരിക്കും? നിങ്ങളുടെ ശ്വാസം അവളാണ്. ഈ പ്രാണൻ നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നു? പ്രപഞ്ചത്തിൽ നിന്നല്ലേ? നിങ്ങൾ കണ്ണടച്ച് ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ചൈതന്യത്തെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് ആരാണ് ശരിക്കും? നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പറയില്ലേ, കദംബ വനവാസിനി. ഈ കദംബ വനമാകുന്ന പ്രപഞ്ചത്തിൽ വസിക്കുന്നവളാണ്. ആ പ്രപഞ്ചത്തിൽ ഞാൻ എന്തെങ്കിലും എന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ആരാണ്? അത് അവളാണ്. നിങ്ങളൊരു മഴയത്ത് നടന്നു നോക്കുക, ഒരു മഴത്തുള്ളി നിങ്ങളുടെ ശരീരത്തിൽ വീഴുന്നുണ്ടെങ്കിൽ അത് ആരാണ് ശരിക്കും? അത് അവളാണ്. പക്ഷെ നമ്മൾ ഇതുവരെ ദേവി ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഇതൊന്നും അനുഭവിക്കാതെ നമ്മൾ ശിലകളിലും വിഗ്രഹങ്ങളിലും ഫോട്ടോയിലും തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്നാലും സദാ നിങ്ങളുടെ കൂടെ ശ്വാസമായി. ഹംസിനി, ഞാൻ പറഞ്ഞില്ലേ, ഹംസിനി, ഹംസ, സോഹം, ഹംസ. കേട്ടിട്ടില്ലേ? നമ്മുടെ 21,600 ശ്വാസം നമ്മൾ ഒരു ദിവസം അജപാജകം എന്ന് പറയും, നമ്മൾ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ശ്വാസമായി വസിക്കുന്ന അവളാണത്. അതാണ് നേരത്തെ ഒരു ചോദ്യം വന്നത്, എന്താണ് യോഗയിൽ കണക്ഷൻ? വലിയ ഡീപ്പ് കണക്ഷൻ ഉണ്ട് ഇതുമായിട്ട്. അപ്പൊ ലളിതാ സഹസ്രനാമം നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. ദേവിയെ അനുദിനം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ്. സഹസ്രനാമം ജപിക്കുമ്പോ നമ്മൾ കണ്ട രൂപം എന്താണ്? എന്താണ് സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന രൂപം? അത് ഓരോ നാമത്തിനും ഓരോ രൂപമുണ്ട്. 1000 ഗുണങ്ങളുണ്ട് ദേവിയുടെ. ആ 1000 ഗുണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഗുണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിയിരിക്കുന്നുണ്ട്. 1000 എന്ന് പറഞ്ഞാൽ 1000 അല്ല, അതിലേറെ ഉണ്ട്, അനന്തം എന്നാണ്. പക്ഷെ ഇതിൽ 1000 എണ്ണമായിട്ട് നമ്മൾ അഭ്യസിക്കുമ്പോൾ ഞാൻ എന്റെ ഉപബോധ മനസ്സിനോട് പറയുകയാണ്, ശ്രീമാത. ശ്രീമാത എന്ന് ഞാൻ ദേവിയോടല്ല പറയുന്നത്. ദേവി ആരാണ്? ഞാൻ തന്നെയാണ്. എന്റെ ഉള്ളിലാണ് ആ ചൈതന്യം. ആ ചൈതന്യത്തോട് ഞാൻ പറയാണ്, എന്താണ്? നീ മാതാവാണ്, എന്റെ ഉള്ളിൽ മാതൃത്വം ഉണ്ട്, മഹാരാജ്ഞിയാണ് അല്ലെ, നീ കദംബ വനവാസിനിയാണ്, നീ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ എന്താ? എന്റെ ഓപ്പോസിറ്റ് വരുന്ന എല്ലാവരും ആരായിരിക്കും? അവളാണ്. ഇപ്പൊ പുരുഷ സൂക്തം എടുത്താൽ വേദം എന്താണ് പറയുന്നത്? സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രഭ. എന്റെ ഓപ്പോസിറ്റ് കാണുന്ന അനന്തമായ തലകള് ശിരസില് ആര് വസിക്കുന്നു? അത് അവനാണ്, പുരുഷൻ. ആ പുരുഷ ചൈതന്യമാണ്. ഞാൻ കാണുന്ന എല്ലാ കണ്ണിലും അവനാണ് എന്ന് പുരുഷ സൂക്തം പറയുന്നത് പോലെ തന്നെയാണ് സഹസ്രനാമം പറയുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്നത് തേച്ചും ആ ചൈതന്യമാണ്. ഇപ്പൊ എന്റെ ഉള്ളില് കുണ്ടലിനിയായി അവൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലും ഞാൻ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണം. എന്ത്? നിങ്ങൾ ആ കാണുന്ന ശരീരമല്ല. കാരണം എന്താ? നിങ്ങൾ പ്രസവിച്ച സമയത്തുണ്ടായ ശരീരമല്ല ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ളത്. ഇനി ഞാൻ നിങ്ങളെ ഒരു 10 വർഷം കഴിഞ്ഞ് കണ്ടാലും ഈ ശരീരം ആയിരിക്കില്ല. പക്ഷെ നിങ്ങളെ ഉള്ളിൽ ഒരാള് മാറാതിരിക്കുന്നുണ്ട്. അയാളാണ് ദേവി, അയാളാണ് പരാശക്തി. ഞാൻ ഒരാളെ നമസ്തേ പറയുന്നുണ്ടെങ്കിൽ, നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ആരെയാണ് നമസ്കരിക്കുന്നത്? ആ ആളുടെ ഉള്ളില് ആരാണോ മാറാതിരിക്കുന്നത്, ആരാണോ കുണ്ടലിനിയായി ചൈതന്യമായി ഇരിക്കുന്നത്, അയാളെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. ആ ആള് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന സമയത്താണ് നിങ്ങൾക്കൊരു പെയിന്റ് പോലും ഉള്ളത്. അയാൾ ഇറങ്ങിപ്പോയാല് നമ്മള് എന്താണ്? ചത്തു അല്ലെ? ആ സമയത്ത് നമ്മള് ബോഡി എന്നാണ് അതിനെ വിളിക്കുക അല്ലെ? അതുവരെ ഒരു പേരിൽ വിളിച്ച ആളിനെ അവൾ ഇറങ്ങിപ്പോയാൽ നമ്മൾ വിളിക്കുന്നത് ബോഡി എന്നാണ്. അപ്പൊ ഇത്രയാണ്. ഇതൊന്നും പക്ഷെ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റി പോകുന്നത്. നമ്മൾ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് നമ്മൾ ലക്ഷങ്ങളും കോടിക്കണക്കിന് രൂപയും 1000 കണക്കിന് രൂപയും മുടക്കി ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് ആ വിഗ്രഹത്തിൽ അവളെ കാണാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ നമ്മുടെ ചുറ്റിലും ഓരോ ശ്വാസത്തിലും നമ്മുടെ കണ്ണിന്റെ മുമ്പിലും ഈ പ്രപഞ്ചത്തിൽ തേച്ചും അവള് നമ്മളായിട്ട് സംവദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് വേണ്ട. അതെ, നമ്മൾ ജപിക്കുമ്പോൾ വിളക്ക് കത്തിച്ചു വെക്കണം എന്നുണ്ടോ? കേൾക്കുന്നു. വിളക്ക് കത്തിച്ചു വെച്ച് ജപിക്കണം എന്നുണ്ടോ? വിളക്ക് കത്തിച്ചു വെക്കാതെ ജപിച്ചോ? നല്ല ചോദ്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നിങ്ങളൊക്കെ നല്ല സംശയങ്ങളാണ് ചോദിക്കുന്നത്. കാരണം എന്താ അറിയാം, നമ്മളിപ്പോ ഈ അമ്മയ്ക്ക് ഒരു കേസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു കേസ് നടക്കുകയാണ് കോടതിയിൽ. അപ്പൊ കോടതി ഈ അമ്മ പറയുന്നതും എതിർഭാഗമുള്ള ആൾ പറയുന്നത് കേട്ടിട്ട് ഒരു കേസ് തീർപ്പാക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഇല്ലല്ലോ. ഇല്ല അല്ലെ? വാദിയും പ്രതിയും പറയുന്നത് മാത്രം കേട്ടിട്ട് ഒരു ജഡ്ജിക്ക് ഒരു കേസ് തീർപ്പാക്കാനാവില്ല. എന്ത് ചെയ്യും അപ്പോൾ? പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ടുവരാൻ പറയും. ആര്?
സാക്ഷി ഇല്ലേ? അതെ നമ്മൾ ഈ ഉപാസന ചെയ്യുമ്പോഴും നമ്മൾ വിളക്കെത്തിക്കുന്നത് എന്തിനാണെന്ന് അറിയാം? ആ അഗ്നിയെ സാക്ഷിയാക്കാൻ വേണ്ടിയിട്ടാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ശരിക്കും? അത് ഈശ്വരനാണ്. അഗ്നി പ്രപഞ്ചത്തിൽ 3 തലത്തിൽ വസിക്കുന്നു. ഒന്ന് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഈശ്വരൻ ആയ സൂര്യൻ. സൂര്യനിൽ അഗ്നി രൂപത്തിൽ അവൻ വസിക്കുന്നു. അതേ അവൻ എന്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതേ അവൾ എന്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. ആരായിട്ട്? എന്റെ ജഡരാഗ്നിയായിട്ട്. നമ്മൾ മരിച്ചോ, ഒരു വ്യക്തി മരിച്ചോ എന്ന് ആളെപ്പോഴും പോയി നോക്കുന്നുണ്ട് ശരീരത്തിൽ ചൂടുണ്ടോ എന്ന് നോക്കിയിട്ടാണല്ലേ? ആ അഗ്നി തത്വം ഉണ്ടോ എന്ന് നോക്കും ഇല്ലേ? ശരീരത്തിലാണ് അടുത്തത്. പിന്നെ എന്റെ മുമ്പിൽ കാണുന്ന ഈ അഗ്നി ജ്വാലയായിരിക്കുന്ന ഈ 3 രൂപത്തിൽ 3 തലത്തിൽ ഭുവസ്വ എന്ന് പറയുന്ന 3 തലത്തിലും ഈശ്വരന്റെ പ്രത്യക്ഷ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിത്യമുണ്ട്. പക്ഷെ നമ്മൾ ഇത് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഉപാസനയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈശ്വരന്റെ അടുത്തിരുന്ന് ചെയ്യും, ഈശ്വരനെ സാക്ഷിയാക്കി ചെയ്യും. അഗ്നിയെ സാക്ഷി. കല്യാണം കഴിക്കുമ്പോ എന്തിനാണ് അഗ്നി സാക്ഷിയായി കിട്ടുന്നത്? കാര്യം മനസ്സിലായി. നന്ദി. ഈ പുസ്തകം ജപിക്കുമ്പോൾ നമുക്ക് നിലത്ത് വെച്ച് ജപിക്കാമോ അതോ പീഠത്തിൽ വെച്ച് ജപിക്കണോ? അങ്ങനെയുണ്ടോ? പുസ്തകം നിങ്ങൾ കയ്യിൽ വെച്ചിട്ടല്ലേ ജപിക്കുക? അതല്ല നിങ്ങൾക്ക് നിലത്ത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർത്താ മതി. നമ്മള് അമ്പലത്തിന്റെ തെക്കേ മുറ്റത്തുള്ള ആ ശില ചവിട്ടുമ്പോ നമ്മുടെ രക്ഷിതാക്കൾ എന്താണ് പറയാ? മോനെ അത് ചവിട്ടരുത് എന്ന് പറയാറില്ലേ? അഷ്ടമാതൃക്കളുടെ ശില കണ്ടിട്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ചവിട്ടുമ്പോ എന്ത് പറയും? നമ്മൾ പുസ്തകം ചവിട്ടിയാൽ എന്തിനാണ് തൊട്ട് നമസ്കരിക്കുന്നത്? അക്ഷരങ്ങൾ മാതൃകളാണ്. അപ്പോ അതിനെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ശീലമാണ് നമ്മുടെ പാരമ്പര്യം. അപ്പൊ അത് താങ്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പരമാവധി ആ ബഹുമാനം കൊടുത്ത് അതിനെ ചെയ്യും. ഗുരുനാഥ, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഹലോ പറയും. ഹലോ. ഗുരുനാഥൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾക്ക് പീരീഡ്സ് ടൈമിലായാലും നമ്മൾക്ക് ജപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ എങ്ങനെയാണ് പൂജാ റൂമിൽ കയറാൻ പാടില്ല അങ്ങനെയാണല്ലോ? ഞാൻ അതാണ് കുറച്ച് നേരത്തെ പറഞ്ഞത്. ഈശ്വരന്റെ 3 തലത്തില് നിങ്ങൾക്ക് അനുഭവിക്കാം അഗ്നിയെ. നിങ്ങൾ മെൻസസ് ആയാലും സൂര്യനെ കണ്ടാൽ എന്താ കണ്ണൂത്തോ? ഇല്ല. ശരീരത്തില് മെൻസസ് ആയാലും നിങ്ങളുടെ അഗ്നിതത്വം നിങ്ങൾ എന്ത് ചെയ്യും? വെള്ളമൊഴിച്ചെടുത്തോ? ഇല്ല. ഇത് നമ്മുടെ മനസ്സിന്റെ തലമാണ്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു, ടോയ്ലറ്റിൽ നമ്മൾ വീണ ഈശ്വരനെ വിളിക്കാണ്ടിരിക്കോ? അയ്യോ ഇത് മോശം സ്ഥലമാണ്, വിളിക്കരുത് എന്ന് വിചാരിക്കോ? അല്ലെങ്കിൽ ലേബർ റൂമിൽ ഉണ്ടെങ്കിൽ വിളിക്കാണ്ടിരിക്കോ? ഇല്ല, അങ്ങനെ ചെയ്യില്ല. പിന്നെ ഇത് നമ്മുടെ തലമാണ്. പിന്നെ ഈ പേഴ്സണൽ ആരാധനയ്ക്ക് നമ്മൾക്ക് മെൻസസ് ഒരു തടസ്സമേ അല്ല. കാരണം ഒരു സ്ത്രീയില് ദേവത കുടികൊള്ളുന്നത് ആ സമയത്താണ് ചെയ്യുന്നത്. ആർത്തവത്തിന്റെ ആദ്യത്തെ 4 ദിവസങ്ങൾ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ബ്രഹ്മനാടി ഉണരുന്ന സമയമാണ്. സ്ത്രീ ശരിക്കും അനുഗ്രഹീതയാണ് ശരിക്കും അവള്. കാരണം പ്രകൃതി അവളെ അങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് പോലും ഇല്ലാത്ത ഒരു സൗജന്യമാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ശരിക്കും ആ ദിവസങ്ങള് ആ കുലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീയുടെ ചുമതല. ആ ആർത്തവ കാലത്ത് അവളുടെ കുലത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എന്താ? അവളൊരു ദേവി കുടികൊള്ളുന്ന സമയമാണത്. അതിനു വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ശരിക്കും ആ ക്രമമൊക്കെ ഉണ്ടായത്. പിന്നീട് അത് ഈ പറയുന്ന പോലെ പല ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചു, അത് പല രീതിയിൽ. ഇത് എനിക്ക് പറയാനുള്ളത്, താങ്കൾക്ക് മനസ്സിൽ തൃപ്തി വരുന്നത് രീതിയിലാണ് നമ്മൾ ഉപാസന ചെയ്യുന്നത്. പേടിച്ചിട്ടല്ല ഉപാസന ചെയ്യേണ്ടത്. നിങ്ങൾക്കത് ബോധ്യമുണ്ടോ അത് നിങ്ങൾക്ക് പിന്തുടരാം. പക്ഷെ സമൂഹ ആരാധനയിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാല് എനിക്കിത് ഓപ്പണായിട്ട് പറയാൻ ഇത്തിരി മടിയുണ്ടെങ്കിലും പക്ഷെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. കാരണം എന്താ വെച്ചാല് സ്ത്രീകളൊക്കെ ആ സമയത്ത് അവരുടെ ജീവിത പങ്കാളിയെ പോലും മറച്ചു വെക്കുന്ന ഒരു രഹസ്യമാണ് നാപ്കിൻ. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നാപ്കിന് നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ പോലും കാണിക്കും. വളരെ രഹസ്യമായിട്ടാണ് സ്ത്രീകൾ അമ്മമാരത് കൈകാര്യം ചെയ്യുക. അതെന്തിനാണ്? നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾക്ക് തന്നെ അറിയാം അതെന്തോ. അത് കാണുമ്പോൾ വേറെ ആൾക്ക് മനസ്സിലൊരു ചഞ്ചലിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അസുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാവുന്നതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരാള് സമൂഹത്തിൽ പോകുമ്പോഴും അവിടെയുള്ള ആളുകൾക്ക് അവരെ കണ്ടാലോ അത് മനസ്സിലായാലോ അവരുടെ മനസ്സിൽ എന്തുണ്ടാവും? ആ ഒരു ഞെട്ടലുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അസുഖകരമായ അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ആ സമയത്ത് പരമാവധി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ കാരണം വേറൊരാളുടെ ആരാധനയ്ക്ക് തടസ്സം ഉണ്ടാവരുത്, ആ പവിത്രത നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടൊക്കെയാണ് ആ സമൂഹക്രമം ഋഷീശ്വരന്മാർ വളരെ വൃത്തിയായിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ അത് നമ്മൾ പാലിക്കും. സ്വന്തം ആരാധനയിൽ നിങ്ങൾക്ക് എന്താണ് സൗകര്യം എന്നുള്ളത് അവൻ ആണ് തീരുമാനിക്കുന്നത്. ഇത് പേഴ്സണൽ ആരാധന. പക്ഷെ എന്റെ ഒരു വീക്ഷണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ സമയത്ത് നിങ്ങൾ അശുദ്ധമാണെങ്കിൽ നിങ്ങൾ ഇരുട്ടിലിരിക്കേണ്ടി വരും. കാരണം പ്രത്യക്ഷ ഈശ്വരനാണ്, പ്രത്യക്ഷമായ അഗ്നിയുടെ ഭാവമാണ് ആൾക്ക് സൂര്യൻ, അല്ലേ?
ബാക്കി അവനവന്റെ ബുദ്ധി ഉപയോഗിക്കുക, എന്നിട്ട് ഏതാണ് അനുചിതം അത് സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു ഗുരുനാഥ. ഒരു ചോദ്യം ചോദിച്ചു. ഹലോ ഹലോ കേൾക്കാവോ? ആരെങ്കിലും ഒരാൾ പറയും. ഹലോ കേൾക്കാവോ? ഞാൻ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് റേഞ്ചിനോടായിരുന്നു ചോദിക്കാനുള്ളത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ക്ലാസ്സിലെ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അത് ക്ലാസ് ടൈം 8 മണിയായിരിക്കുമോ അല്ലെങ്കിൽ 9 മണി തന്നെ ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു. നമ്മളിപ്പോ ഫിക്സ് ചെയ്തിട്ടുള്ള 8:30 to 9:30 ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു പിന്നെ പറഞ്ഞോളൂ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഉണ്ടാവില്ല. കാരണം ഈ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. അതുകൂടാതെ പല ഡിഫറെന്റ് ലൊക്കേഷൻസിലുള്ള ആൾക്കാർക്ക് അവിനാഷിയോട് പറഞ്ഞിട്ട് മന്ത്ലി ഒരു എന്താ പറയുക റിവിഷൻ ക്ലാസ് കൂടി വെക്കുന്നുണ്ട്, ഒരു സൺഡേ ടൈം, അപ്പോൾ അല്ലെങ്കിൽ നൈറ്റ് ടൈം. അത് നമ്മൾ കൺഫേം ചെയ്തിട്ട് പറയാം. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു കോമൺ ഗ്രൂപ്പാണ് ഞാൻ കണ്ടത്. അതാണോ ഇനി വേറെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞങ്ങൾ 1 by 1 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഇതൊരു വലിയൊരു ഒരു പ്രസ്ഥാനമല്ല, നമ്മളൊരു എന്താ പറയുക തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ 1 by 1 ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്നും മിസ്സായി പോകില്ല. ആ ഗ്രൂപ്പ് അല്ല അല്ലേ? ഞാൻ അതാ വേറെ ഗ്രൂപ്പ് ഉണ്ട്, സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഹലോ ഹലോ ഗുരുജി കേൾക്കാമോ? കേൾക്കാം, പറയും. നമ്മൾ കൊച്ചു മുതലേ ഇപ്പം നമ്മൾ കേൾക്കുന്നതാണല്ലോ, നമുക്ക് ബാഹ്യമായൊരു ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. ഇപ്പോൾ ഈ താങ്കൾ പറയുന്നത് നമ്മുടെ ഉള്ളിലും ദേവതയുണ്ട്, നമ്മളതിനെ ഉണർത്തുകയാണ് എന്ന് പറയുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഈ ദേവത ഉണരുന്നത് വരെ ഇപ്പം നമുക്ക് ബാഹ്യമായ ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും ഭക്തി വെച്ച് മാത്രം നമുക്ക് ബാഹ്യമായ ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ, അതോ നമ്മുടെ ദേവത ഉണർന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുള്ളൂ? അതിന് വളരെ നല്ല ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ വയനാട്ടിലെ ദുരന്തം. അവിടെ ആനകളെയും അവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ ആരാണ് പ്രൊട്ടക്ട് ചെയ്തത്? അവർ ഉപാസന ചെയ്തിട്ടാണ്. മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട് അവിടെ ഒരുപാട്, അല്ലേ? പക്ഷെങ്കിൽ അവിടെയുള്ള ജീവജാലങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ആരാണ് അവിടെ ഉപാസന ചെയ്തത്? മനുഷ്യരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് ഇത് പഠിക്കുന്നത്? കാരണം മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് മാറി നടക്കുന്ന ഒരു ജീവിവർഗമാണ്. മറ്റ് ജീവജാലങ്ങൾ ജീവിക്കുന്നത് പോലെയല്ല മനുഷ്യൻ പ്രകൃതിയുമായിട്ട് ഇടപെടുന്നത്. ഇപ്പം ഞാനും നിങ്ങളും അടക്കം പുറത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശരിക്കും പാദരക്ഷ ധരിക്കുന്നു. ശരിക്കും അതൊരു ഇൻസുലേഷൻ ആണ്, അല്ലേ? ഏതെങ്കിലും ഈ പറയുന്ന ജന്തുജീവി വർഗങ്ങൾ പാദരക്ഷ ഉപയോഗിക്കുന്നുണ്ടോ? അവർക്ക് കൃത്യമായി അവര് ദേവിയുടെ മടിത്തട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ, അതുകൊണ്ടാണ് അവളെ നമ്മൾ ശ്രീമാത, ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ എന്താണ് അവളെ വിളിക്കുന്നത്? ശ്രീമാത. കാരണം എന്താ? അവൾ പ്രൊട്ടക്ട് ചെയ്യും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ഈ അടുത്ത് കണ്ടത്. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യന് ഉപാസന വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ അവളിൽ നിന്ന് മാറി നടക്കുകയാണ്. ബാഹ്യമായി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശക്തി അവൈലബിൾ ആണെങ്കിലും നമ്മൾ ഇൻസുലേറ്റ് ചെയ്യും. നമ്മൾ ഈ പറയുന്ന പോലെ വെയിൽ ഏൽക്കുന്നില്ല, എയർ കണ്ടീഷനിൽ ഇരിക്കുന്നു, മഴ ഏൽക്കുന്നില്ല, അല്ലെ? എന്നിട്ട് അവസാനം ഒരു 40-55 വയസ്സാകുമ്പോൾ ഡോക്ടർ പറയും വൈറ്റമിൻ ഡി കുറവാണ്, വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കണം. കാരണം നമ്മുടെ എലിന്റെ ഒക്കെ ഷേപ്പ് മാറി. പ്രകൃതിയിൽ നിന്ന് നമ്മൾ മാറി നടക്കുന്നത് കൊണ്ട് പ്രകൃതിയുമായി ലയിക്കാനുള്ള പ്രോസസ്സാണ് ശരിക്കും ആധ്യാത്മികത. തിരിച്ചു പ്രകൃതിയിലേക്ക്, അവളുടെ അടുത്തേക്ക് നടന്നു പോകാൻ. കാരണം കൃത്യമായി നമ്മൾ ഉണരുന്നു, ഒരു സൈക്കിൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കോശങ്ങളുടെ കലകൾ മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ട് റെഡിയാക്കുന്നു. ഇതൊന്നും ഈ പറയുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? അവളുടെ മടിത്തട്ടിലാണ്, നമ്മൾ അവളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഉപാസന ആവശ്യമാണ്. ഹലോ ഒരു സംശയം. ഇത് ഈ ഉപാസന കഴിഞ്ഞാല് ഇതില് മുടക്കം വരാൻ പാടില്ല. എല്ലാ ദിവസവും ചൊല്ലണോ? അല്ല വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റൂലല്ലോ. അത് ശരിക്കും ഉപാസന പറയുന്നത് ശരിക്കും 5 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഉപാസനയിൽ. അതിന്റെ എഫക്റ്റ് കിട്ടാനാണ് ഞാൻ ഈ പറയുന്നത്. ഫലം കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായ ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക. അതിപ്പോ നേരത്തെ ഒരു അമ്മ പറഞ്ഞാൽ 12 മണിയാണ് എനിക്ക് സമയം. കാരണം വീട്ടിലെ എല്ലാ പണിയും തീർത്തിട്ട് എന്റെ കയ്യിൽ സ്വസ്ഥമായി കിട്ടുന്ന സമയം രാത്രി 12 മണിയാണ്. തെറ്റില്ല. ആ 12 മണി നമ്മൾ സെലക്ട് ചെയ്യാം.
കൃത്യമായ ഒരു സ്ഥലം, ഞാൻ എൻ്റെ വീടിന്റെ ഇന്ന ഭാഗത്താണ് ഇരിക്കുന്നത്, ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഇരിക്കാൻ നോക്കാം. കൃത്യമായ സംഖ്യ, ലളിതാ സഹസ്രനാമം ഒരാവർത്തി എന്നുണ്ടെങ്കിൽ അത് ഒരാവർത്തി കംപ്ലീറ്റ് ജപിക്കാം. അതുപോലെ തന്നെ സങ്കല്പം, അവിടെയാണ് അമ്മ ഇപ്പൊ ചോദിച്ചതിന്റെ ഉത്തരമുള്ളത്. കാരണം എനിക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം സങ്കല്പം വെക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഇത്ര ദിവസമായി നിശ്ചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യും, ആ സങ്കല്പം എടുത്തിട്ട് അത്രയും ദിവസം ഈ പറയുന്ന ഈ കാര്യങ്ങളെ പ്രകാരം ഒരു തെറ്റും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വീഴ്ചയും സംഭവിക്കാതെ അത് പൂർത്തിയാക്കും. അതാണ് ശരിക്കും ഒരു തപസ്സിന്റെ ഒരു ലൈറ്റ് വേർഷനാണ്. നമുക്കറിയാലോ തപസ് ആളുകൾ ചെയ്തെന്താണ്, തപസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അനന്തമായി നമ്മൾ ഉപാസന ചെയ്യുന്നതാണ് തപസ്. പക്ഷെ കലികാലത്തിൽ നമുക്കത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഉപാസനാക്രമം ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ചെയ്യാം. ലൈഫ് ലോങ് ഇത് നിങ്ങളുടെ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറ പുണ്യം ചെയ്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കുലത്തിൽ വന്ന് പിറക്കും. നമ്മുടെ വീടുകളിലുള്ള അമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ അങ്ങനെ പവിത്രമായ ജന്മങ്ങൾ വന്ന് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഗുണം. അത് ഈ പറഞ്ഞ പോലെ അവനവന്റെ എത്രത്തോളം തീവ്രതയുണ്ട് ദേവിയുടെ അടുത്ത് ചെന്നിരിക്കാൻ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു തുടർച്ചയായിട്ടേ ഇപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ ചോദിച്ച കണക്ക് എല്ലാ ദിവസവും ഇപ്പൊ നമ്മളിപ്പോ ജപിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ദിവസം മുടങ്ങിപ്പോയി അങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിട്ട് വരും? ഇതും ഈ പറയുന്ന പോലെ നല്ല ചോദ്യമാണ്. കാരണം ഭാരതത്തിന്റെ കൺസെപ്റ്റ് മേഘങ്ങൾക്ക് അപ്പുറത്തോ അല്ലെങ്കിൽ വലിയ ആകാശത്തിന്റെ എത്രയോ ഉയർന്ന മേഖലയിൽ അവിടെ ഇങ്ങനെ വസിച്ചിട്ട് താഴെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് നോക്കി ഇരിക്കുന്ന ഒരാളല്ല ഈശ്വരൻ. ശിക്ഷ ഈശ്വരന്റെ ഗുണമല്ല. സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിങ്ങളെ ഏതെങ്കിലും ഒരു ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ ശിക്ഷിക്കുമെങ്കിൽ ആ ദൈവത്തിന്റെ പ്രതീകം എടുത്ത് അപ്പൊ തന്നെ ദൂരെ കളയാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ഒരു മഹാപുരുഷനാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. കാരണം ദൈവം എന്നുള്ളത് എന്താണ്? എല്ലാ നന്മകളും നിറഞ്ഞ ഒരു ഗുണമാണ്. ആ ഗുണത്തിന് എങ്ങനെയാണ് നമ്മൾ ശിക്ഷിക്കാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് മുടങ്ങി പോകുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതോ ഒരു ന്യൂനതയല്ല. അതിനെ ഓർത്ത് നിങ്ങൾ, കാരണം ഇതൊക്കെയാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ മുടങ്ങുന്ന കാര്യത്തിനെ കുറിച്ച് ആലോചിക്കും. എന്തിനാണ്? നമ്മൾക്ക് ദേവിന് വിശ്വാസം ഉണ്ടെങ്കിൽ മുടങ്ങില്ല തീരുമാനിച്ച പോലെ, ചിന്തിച്ച പോലെ. ഹലോ സർ, ഇപ്പം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം തന്നെയാണ്. ഒരു ആചാര്യന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇപ്പം മന്ത്രങ്ങൾക്കൊക്കെ വളരെ ശക്തിയുണ്ട്, അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ആ വൈബ്രേഷൻസ് ബാധിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ക്ലാസ്സുകളിലൂടെ ഇപ്പോൾ ഈ ക്ലാസ് ജോയിൻ ചെയ്ത് അത് പഠിച്ചെടുത്താലും ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്നുള്ള ലെവലിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരീരത്തിൽ ക്യാൻസർ വരെ ഉണ്ടാക്കാം എന്ന്. അത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, മനസ്സിലായി നിങ്ങളുടെ പേടി, എനിക്ക് മനസ്സിലായി. അത് നമ്മൾ മന്ത്ര ഉപാസനയിലാണ് ഈ പറയുന്ന കാര്യം. മന്ത്ര ഉപാസനയിലാണ് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ലളിതാ സഹസ്ര നാമം. മനസ്സിലായി? അവിടെ തന്നെയാണ് വ്യത്യാസം. പ്രധാന വ്യത്യാസം അവിടെയാണ്. നമ്മൾ നാമങ്ങളാണ് ദേവിയുടെ ഉച്ചരിക്കുന്നത്. അവിടെ അതെങ്ങനെ മന്ത്രമാവുന്നതും കൂടെ പറയും. ആ നാമങ്ങളിലുള്ള അർത്ഥം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ, എന്റെ ചിന്താമണ്ഡലത്തിൽ അതിനെ ഇട്ടിട്ട് മനനം ചെയ്യുമ്പോൾ അതിന്റെ രൂപം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ലളിതയെ ഞാൻ എന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ ദേവിയുടെ ഗുണങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പുറത്തിരിക്കുന്ന ഒരു ദേവിയെ ആരാധിക്കുന്ന പദ്ധതിയല്ല. സ്വന്തം ശരീരത്തിൽ വസിക്കുന്ന അവളെ നമ്മുടെ അജ്ഞത കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ കാണാൻ പറ്റാത്ത ദേവിയെ, ആ ഗുണങ്ങളെ എന്റെ മനസ്സിനെ ഞാൻ ഉപബോധ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ്, ഇതിനെയാണ് ഇന്നത്തെ സമൂഹം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് അഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലാസ് നിങ്ങൾ ഇൻസ്റ്റയും യൂട്യൂബൊക്കെ ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ ആഡ് വന്നിട്ടുണ്ടാവുമല്ലോ. ഇത് എന്താ സംഭവം? ഇത് ലളിത സഹസ്രനാമത്തിൽ നമ്മൾ പറയുന്ന അതേ ടെക്നിക്കാണ് അവർ ലാംഗ്വേജ് മാറ്റിയിട്ട് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മന്ത്രോപാസന നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് കൃത്യമായ ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ ചെയ്താൽ നമുക്ക് ദോഷം വരാൻ സാധ്യതയുണ്ട്. ഈവൻ ഗായത്രി ഒക്കെ തെറ്റി ജപിച്ചാൽ, ഇപ്പം എന്താണ്, ഇനി തെറ്റി ജപിക്കേണ്ട, അതിന്റെ അർത്ഥം അറിയാണ്ട് ജപിച്ചാൽ തന്നെ മതി. ഗായത്രിയിൽ നമ്മൾ പറയുന്നുണ്ട് ദിയോ യോ, അധികം ആൾ ജപിക്കാൻ ദിയോ യോ ന പ്രചോദയാ എന്നാണ്. ആ നാ കഴിഞ്ഞ് വിസർഗം വരുന്നുണ്ട്. അവിടെ വിസർഗം വന്നാല് നമ്മൾ ശരിക്കും എന്താണ്, അകത്തുള്ള വായുവിനെ പുറത്തേക്ക് തള്ളണം, ന എന്ന് പറയണം. പക്ഷെ ഹകാരം പുറത്തേക്ക് ഉച്ചാരണത്തിൽ വരില്ല. അത് ഉപാംശു പോലെ നമ്മൾ പുറത്തേക്ക് വിടുന്ന നഹ്. നഹ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞങ്ങൾ.
ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ. പക്ഷെ അധികം ആളുകൾ ചൊല്ലെന്താണ് ദിയോയോ എന്ന് പറഞ്ഞെന്താ, ബുദ്ധിയെ പ്രചോദിപ്പിക്കരുത്. വ്യത്യാസം മനസ്സിലായോ? അവിടെ എന്താ വ്യത്യാസം? ജസ്റ്റ് ആ വിസർഗത്തിന്റെ വ്യത്യാസം. മന്ത്രത്തിൽ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മന്ത്രം അറിഞ്ഞു ഉപാസിച്ചില്ലെങ്കിൽ അർത്ഥം തന്നെ മാറിപ്പോകും. നമ്മൾ ദൈവത്തോട് സദാ പറയുന്നത് എന്റെ ബുദ്ധി പ്രകാശിപ്പിക്കേണ്ടതാണ്. അപ്പൊ ദൈവം എന്താ പറയും? സദാസ്തു അങ്ങനെ തന്നെ ആവട്ടെ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപാസിക്കാം. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിൽ ബീജശബ്ദങ്ങള് നാമരൂപത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണുള്ളത്. ഈ പറയുന്ന പോലെ കൃത്യമായ മന്ത്രങ്ങളായിട്ടല്ല. പക്ഷെ അത് നമ്മൾ പഠിക്കുമ്പോൾ ആ നാമം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് ഇന്ന ബീജമാണ്, ശിവബീജമാണ്, അല്ലെങ്കിൽ ശക്തി ബീജമാണ്, ശക്തി പ്രണവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഹംസിനി ശ്വാസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ കുലാംഗന, കുലാന്തസ്ഥ, കുലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അകുലം, കുലസഹസ്രാരം, അകുല സഹസ്രാരം. അപ്പൊ ഇതൊക്കെ നമ്മള് മനസ്സിലാക്കി ചൊല്ലുമ്പോൾ എന്താണ്, ആ സ്ഥലത്ത് ദേവിയുടെ സ്പന്ദനം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും ശരീരത്തിൽ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ദേവി ഇത് പേടിക്കരുത്. കാരണം ഹിന്ദുക്കൾ എപ്പോഴും, കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, വിളക്ക് കത്തിക്കുമ്പോൾ അധികം എത്രയോ ആളുകൾ അങ്ങനെ ചോദിക്കില്ല, തിരി ഇവിടെ കത്തിച്ചാലാ നല്ലതില്ല അപ്പുറത്ത് കത്തിച്ചാലോ എന്നുള്ള ഗുണം. ഇതൊക്കെ ഇതിലിങ്ങനെ കുടുങ്ങി കിടക്കാണ് നമ്മളെ സമൂഹം. അതിനൊക്കെ അപ്പുറത്താണ് ഈശ്വരീയത. ഹലോ നമസ്തേ സാറേ. നമസ്തേ. ഹലോ നമസ്തേ. ഹലോ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വൈകിട്ടുണ്ടെങ്കിൽ, വയസ്സായ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോവാട്ടോ, മറ്റേ എക്സിറ്റ് ആവാം. കാരണം കുറേ ആൾക്കാർക്ക് വീണ്ടും ചോദിക്കാനുള്ളത് കൊണ്ടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തത്. ഒരു തരത്തിലും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വിചാരിച്ചതല്ല. സമയം എക്സ്റ്റെൻഡ് ആണെങ്കിൽ പ്രേംജി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാല് ഈ സെഷൻ 1 മണിക്കൂറാണ് നമ്മൾ വെച്ചത്. ആ 1 മണിക്കൂറിൽ നമുക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമയം നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയമായ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആളുകളുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട ആളുകളുണ്ട്, ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വമേധയാ എക്സിറ്റ് ചെയ്ത് പോവാം, ഒരു കുഴപ്പമില്ല. പിന്നെ സംശയം ചോദിക്കാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സെഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നത്. അതുകൊണ്ട് സംശയം ചോദിക്കാനുള്ള ആൾക്ക് ചോദിക്കാം. അതല്ലാതെ ക്ലാസ്സിന് പോകണം എന്നുള്ള ആളുകൾക്ക് സ്വമേധയാൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. വീട്ടില് മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കൊന്നും പറയും. ഹലോ 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 കേൾക്കാമോ? കേൾക്കാം. വീട്ടിലല്ല സാർ, ഞാൻ ട്രെയിനിങ് സെന്ററിലാണ്. അപ്പൊ ഞാൻ എക്സിറ്റ് ആവുകയാണ്. നന്ദിയുണ്ട് സാർ. ഹലോ ഹലോ നമസ്കാരം. പറഞ്ഞോളൂ. ഹലോ നമസ്കാരം. നമസ്കാരം കേൾക്കാമോ? പറഞ്ഞോളൂ. ഈ ലളിതാ സഹസ്രനാമത്തിന്റെ ഒറിജിനെ കുറിച്ച്, ഉൽപ്പത്തിയെ കുറിച്ച് ഒന്ന് പറയാമോ? അത് നമുക്ക് ഇനി അടുത്തൊരു സെഷനിലാവാം. കാരണം എന്താണെന്ന് പറഞ്ഞാല് അത് ഹയഗ്രീവനും അഗസ്ത്യനും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ്. അത് പറയാൻ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ബ്രഹ്മാണ്ഡ പുരാണത്തില് ആ ഭാഗത്തില് കൃത്യമായി വിമർശിക്കുന്നത് വിഷ്ണുവിന്റെ ഒരു ഹയഗ്രീവ അവതാരവും അഗസ്ത്യമുനിയും തമ്മിൽ. അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം അഗസ്ത്യമുനിക്കാണ് ആദ്യമായിട്ട് ലളിതാ സഹസ്രനാമം എന്താ പറയാ ദീക്ഷയായിട്ട് കൊടുക്കുന്നത്. അപ്പം അതിന്റെ സാഹചര്യങ്ങളും ഈ പറയുന്ന ചരിത്രവും നമുക്ക് ഒരു സെഷനിൽ തന്നെ പറയാനുണ്ട്. അത് നമുക്ക് ക്ലാസ്സുകൾ, താങ്കൾ ക്ലാസ്സിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് അത് പറയുന്നതായിരിക്കും. നമ്മുടെ സമയക്രമമുള്ള എല്ലാ വശങ്ങളും. അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ചാൽ വേണമെങ്കിൽ നോട്ട്സ് ആയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പറയൂ. സർ, ഒരു ചോദ്യം ഉള്ളത്, പറഞ്ഞ കാര്യമാണെങ്കിലും ഞാൻ എന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ യാത്രകൾ ഉള്ള ആളാണ്. അപ്പം ഈ പറഞ്ഞല്ലോ, ഒരു സ്ഥിരമായ സമയം, സ്ഥിരമായ സ്ഥലം പരിഗണിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനൊരു പ്രയാസം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ രാത്രിയിൽ ചൊല്ലാൻ സാധിക്കും, ചിലപ്പോൾ രാവിലെ എന്നുള്ള രീതി പോകും. അങ്ങനെ പോകുമ്പോൾ അത് നമ്മുടെ സാധനയെ ബാധിക്കുമോ? അതെങ്ങനെയാണ് അതിന്റെ അതൊരു സ്ഥലം മാറിപ്പോവാം? നമ്മളിപ്പോ ഒരേടത്ത് തന്നെ തങ്ങണം. അല്ല, അത് ഈ പറയുന്ന പോലെ നമ്മള് കൃത്യമായിട്ട് പാലിക്കാൻ, ഇപ്പൊ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് പാലിക്കുന്നത്. ഞാൻ അതാണ് കുറച്ച് നേരത്തെ ഒരു ചോദ്യത്തിന് പറഞ്ഞത്. ഇത് ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ദേവതയല്ലല്ലോ നമ്മുടെ കൺസെപ്റ്റ്. പക്ഷെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്ന കാര്യം. ഇപ്പൊ അതിനൊരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞാല്, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പ്രിസിഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു തറയിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിച്ചാലോ, അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ ഒരുമിച്ച് എന്തെങ്കിലും ഒരു സാധനം ചെയ്താലോ ആ പ്രതലത്തെ അത് അധികം ബാധിക്കാറില്ല. പക്ഷെ അതേ പ്രതലത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ഫ്രീക്വൻസി വെച്ചിട്ട്
ഒരു വെള്ളത്തുള്ളി ഉറ്റിച്ചു കൊണ്ടിരുന്നാൽ ആ പ്രതലത്തിൽ അതിന്റെ ആഘാതം ഉണ്ടാവും. അപ്പം അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ശരിക്കും നമ്മൾ പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്താലും അതിന് കൃത്യമായ ഒരു എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ നിർഭാഗ്യവശാല് ചിലപ്പം താങ്കൾ പറഞ്ഞ പോലെ ജോലിയുടെ യാത്രയിൽ നമുക്ക് അത് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ ഗുണം കുറഞ്ഞു പോകുന്നില്ല. കാരണം ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ശ്രാദ്ധം, നമ്മള് ബലി കർമ്മത്തില് ഒരുപാട് തരം ശ്രാദ്ധമുണ്ട്. അതില് ആമശ്രാദ്ധത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആമശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ പറയുന്ന പോലെയാണ്, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ ചിലപ്പോൾ 4 മണിക്ക് അവരുടെ ഡ്യൂട്ടി ആയിരിക്കും. പുലർച്ചെ സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഡോക്ടേഴ്സ്, അതുപോലെ ഈ പറയുന്ന ബാക്കി എല്ലാ സർവീസസ്. ഇപ്പൊ ഒരു ട്രെയിൻ ലോക്കോമോട്ടീവ് പൈലറ്റ്, ഈ യഥാർത്ഥ വിമാനത്തിന് അവർക്കൊന്നും സമയക്രമമില്ല. അവർ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്ക് പറഞ്ഞ ക്രമം, ഈ പറയുന്ന ക്രമം പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈശ്വരീയ ചൈതന്യത്തിന് എന്ത് ബോധ്യമുണ്ട്? അയാൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പവിത്രത ഈശ്വരീയ ചൈതന്യത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഉള്ള പരിഗണന കൃത്യമായി കിട്ടും. പക്ഷെ ഇത് ചെയ്യാതെ ഈ പറയുന്ന പോലെ സമയം ഉണ്ടായിട്ടും സമയക്രമം പാലിക്കുന്നില്ലെങ്കിൽ എന്തായി? ആ പ്രിസിഷൻ എന്നുള്ള കാര്യം അവിടെ നഷ്ടപ്പെടുകയാണ്. പക്ഷെ അപ്പുറത്തെ എൻഡില് നിങ്ങൾ ഇപ്പൊ താങ്കളുടെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? താങ്കൾക്ക് നിവൃത്തിയില്ല. താങ്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത് ആ ഒരു ക്രമത്തിലാണ്. അവിടെ താങ്കളുടെ ആ ഒരു ആവശ്യം പരിഗണിക്കപ്പെടുകയാണ്. കാരണം ഇതൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ ഒരു പ്രാപഞ്ചികമായ ബോധമാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ബോധത്തിന് കൃത്യമായ അറിവുണ്ട് താങ്കൾ എന്താണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും സദാ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഞാൻ പറയുന്ന വാക്കും എന്റെ പ്രവൃത്തിയും എന്റെ ചിന്തയും എന്റെ ഉള്ളിൽ എന്റെ ഉപബോധ മനസ്സ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളെയാണ് ഞാൻ ജീവിതം നമിക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഒരാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് താങ്കൾ പറയുന്നത് സത്യമാണെന്ന് ആർക്കറിയാം? താങ്കളുടെ ഉപബോധ മനസ്സിനറിയാം, പ്രപഞ്ചത്തിന്റെ ഇന്റലിജൻസിനും അറിയാം. അതുകൊണ്ട് താങ്കളുടെ കേസ് എന്താ പരിഗണിക്കും. മനസ്സിലായി? മനസ്സിലായി. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഉണ്ടോ സംശയം? ഗുരുജി, ഈ ഓം ചേർത്ത് പറയുന്നത് എല്ലാം മന്ത്രങ്ങളാണോ? ഓംകാരം പ്രണവ മന്ത്രം എന്നാണ് നമ്മൾ വിളിക്കുക. ഓംകാരം പ്രണവ മന്ത്രമാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ എല്ലാം അത് മന്ത്രമാവണം എന്നല്ല. പ്രണവം നമ്മൾ അതിന്റെ മുൻപിൽ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓംകാരം പ്രണവ മന്ത്രമാണ്. ഏറ്റവും ആദ്യത്തെ മന്ത്രം, അല്ലെങ്കിൽ ഏറ്റവും ശക്തിമത്തായ മന്ത്രമാണ് പ്രണവം. എന്താണ് ആ ചോദ്യത്തിന്റെ ഇതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പ്രണവം ചേർക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരില്ല. ഇനി ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചിട്ടില്ലെങ്കിലും പ്രണവം എന്ന് പറഞ്ഞാൽ ഗുരുജി, ഞാൻ ഓം ചേർത്താ പറയാറുള്ളത്. ഓം ശ്രീ മാത്രേ നമഃ, അങ്ങനെ. അത് നാമാവലിയാണ്. നാമാവലി നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ചോദ്യം ഫുള്ളായാലാണ് എനിക്ക് അത് കൃത്യമായിട്ട് ബോധ്യമാവും. അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് ചോദ്യത്തിന്റെ എന്താ പറയാ അടിസ്ഥാനം. നാമാവലി ചൊല്ലുമ്പോൾ ശരിക്കും നമ്മൾ അർച്ചന ചെയ്തുകൊണ്ട് ചൊല്ലാണ് അതിന്റെ ഒരു രീതി. നമ്മൾ തനിയെ ചൊല്ലാറില്ല. നാമാവലി നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ ദയവേത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇനി പുഷ്പങ്ങളൊന്നുമില്ല, വിളക്ക് ഒന്നും ഇല്ലെങ്കിലും മനസ്സിൽ അത് സങ്കല്പിച്ചിട്ട് ഹൃദയത്തിൽ ഒരു വലിയ താമര ഉണ്ടെന്നും ആ താമരയുടെ ഓരോ ഇതള് എടുത്ത് നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നതായി ഭാവന ചെയ്തുകൊണ്ട് നാമാവലി ചൊല്ലണം കേട്ടോ. നാമാവലി സാധാരണ സ്തോത്രം ചൊല്ലുന്ന പോലെ ആ പതിവില്ല ശരിക്കും. നാമാവലി ശരിക്കും അർച്ചനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ്.